ഓം ശാന്തി. ഇന്ന് അവ്യക്തവാണിയാണ്. അപ്പൊ നമുക്കൊരു 2 മിനിറ്റ് നമ്മൾ പൂർണ്ണമായും പരംധാമത്തിലോ പരംധാമത്തിൽ മനസ്സിരിക്കും. അവ്യക്ത താഴേക്ക് 2 മിനിറ്റ് ഒരു സങ്കല്പങ്ങളും വരാത്ത വിധം, ഒരു സങ്കല്പങ്ങളും ഇഹലോകത്തിൻ്റെത് വരാത്ത വിധത്തില് 2 മിനിറ്റ് നമ്മൾ പരംധാമം. അവ്യക്ത ബാപ്ദാദ പ്രഭാത മുരളി 17/4/22, റിവൈസ്ഡ് 25/3/1900. ഇന്നത്തെ വിഷയം സർവ അനുഭൂതിയോं की प्राप्ति का आधार पवित्र. എല്ലാ അനുഭൂതികളുടെയും പ്രാപ്തിയുടെ ആധാരം പവിത്രം. എല്ലാ അനുഭൂതികളുടെയും പ്രാപ്തിയുടെ ആധാരം പവിത്രം. നമ്മളെല്ലാവരും അന്വേഷിക്കുന്നതും ബാബ നമുക്ക് തരാമെന്ന് വാക്ക് പറയുന്നതും അനന്തമായ സുഖവും ശാന്തിയും സ്നേഹവും ആനന്ദവുമെല്ലാം. പക്ഷെ അത് ബാബയിൽ നിന്ന് കിട്ടുകയുള്ളൂ. അത് ബാബയിൽ നിന്ന് കിട്ടണമെങ്കിൽ ബാബ പറയാണ് ഇഹലോകത്തിലെ എല്ലാം നമ്മൾ സമർപ്പിക്കും, സമ്പൂർണ്ണ പവിത്രം. പിന്നെ ബാബ അതിനെ കുറിച്ച് പറയും. ആജ് സ്നേഹ കെ സാഗർ ബാപ്ദാദ अपने चारों ओर के रूहानी बच्चों के रूहानी फीचर्स देते. ഇന്ന് സ്നേഹസാഗരനായ ബാപ്ദാദ തന്റെ 4 ഭാഗത്തുമുള്ള ആത്മീയ കുട്ടികളുടെ ആത്മീയ സ്വരൂപം നോക്കിക്കൊണ്ടു. ഇന്ന് സ്നേഹസാഗരനായ ബാപ്ദാദ 4 ഭാഗത്തുമുള്ള തന്റെ ആത്മീയ കുട്ടികളുടെ ആ ആത്മീയ സ്വരൂപങ്ങൾ, ആത്മീയ രൂപങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. हर एक ब्राह्मण बच्चे के फीचर्स में रूहानियत है, लेकिन नंबरवार है, क्योंकि रूहानियत का आधार पवित्रता. എല്ലാ ബ്രാഹ്മണ കുട്ടികളുടെയും മുഖത്ത് ആ രൂപത്തിലെ ആത്മീയത, രുഹാനിയത്ത്, ആത്മീയത ഉണ്ട്. എന്നാൽ അത് എല്ലാവരിലും ഒരുപോലെ അല്ല. എന്തുകൊണ്ടെന്നാൽ ആത്മീയതയുടെ ആധാരം പവിത്രത. संकल्प बॉल और कर्म में पवित्रता की जितनी जितनी धारणा है, उसी प्रमाण रूहानियत की झलक सूरत में दिखाई देती. നമ്മുടെ സങ്കല്പങ്ങളിലും നമ്മുടെ വാക്കുകളിലും നമ്മുടെ കർമ്മത്തിലും എത്രത്തോളം പവിത്രത ധാരണ ചെയ്യുന്നുണ്ട്, അതനുസരിച്ച് ആത്മീയതയുടെ തെളിച്ചം മുഖത്ത് കാണും. നമ്മുടെ സങ്കല്പങ്ങളിലും നമ്മുടെ വാക്കുകളും വളരെ ആത്മീയമായിരിക്കും. വളരെ കുറച്ച് മധുരമായി ഉപകാരപ്രദമായ വാക്കുകൾ. വളരെ ബാബ തുടങ്ങിയതാണ് ഒരു ടഫായ വിഷയമാണ്. പക്ഷെ ബാബ തുടങ്ങിയത് എങ്ങനെയാണ്? ഇന്ന് സ്നേഹസാഗരനായ ബാബ. അപ്പൊ തന്നെ നമുക്ക് ഇനി എന്ത് പറഞ്ഞാലും
ബാധിക്കട്ടെ. അപ്പൊ നമ്മുടെ വാക്കുകളില് ആത്മീയ സ്നേഹം, ബാബ പറഞ്ഞു ആത്മീയ ശുദ്ധി, അല്ലെ, ശുഭഭാവന, ഇങ്ങനെയുള്ള വാക്കുകളും പറഞ്ഞു കർമ്മം, കരാവനഹാർ, ചെയ്യിപ്പിക്കുന്ന ആള് ചെയ്യിപ്പിക്കുന്ന ഭാവത്തോടുകൂടിയ കർമ്മങ്ങളും സങ്കല്പങ്ങൾ, അതനുസരിച്ചുള്ള സങ്കല്പങ്ങൾ വരുമ്പോൾ ബാബ പറയണം പ്രകാശം മുഖത്ത് വരും, ആത്മീയതയുടെ പ്രകാശം. ബ്രാഹ്മൺ ജീവൻ കി ചമക്ക് പവിത്രത, ബ്രാഹ്മണ ജീവിതത്തിന്റെ പ്രകാശം, തെളിച്ചം പവിത്രതയാണ്. നിരന്തർ അതീന്ദ്രിയ സുഖ അവർ സ്വീറ്റ് സൈലൻസ് കാ വിശേഷ ആധാരം പവിത്ര, നിരന്തരമായ അതീന്ദ്രിയ സുഖം. അപ്പൊ ഇന്ദ്രിയ സുഖമാണ് അപവിത്രത. സുഖം ഇരിക്കുന്നത് ആത്മാവിലാണ്, അത് അതീന്ദ്രിയമായ ഒരു വസ്തുവാണ്. ബ്രഹ്മലോകവും അതീന്ദ്രിയമായ ഒരു വസ്തുവാണ്. അപ്പൊ ഇത് രണ്ടും പവിത്രമായ സ്ഥലങ്ങളാണ്. ആത്മാവും പവിത്രമാണ്, ബ്രഹ്മലോകവും പവിത്രമാണ്. ആ ബ്രഹ്മലോകത്തിലേക്ക് മനസ്സെത്തുമ്പോഴാണ് സ്വീറ്റ് സൈലൻസ്, മധുരമായ ഒരു ശാന്തി. അപ്പൊ ബാബ പറയാണ് അത് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മള് പവിത്രമാണ്, അതായത് ഇന്ദ്രിയ സുഖത്തിലേക്ക് പോകരുത്. പവിത്രത നമ്പർ വാർ ഹേ തോ ഇൻ അനുഭൂതിയോം കി പ്രാപ്തി ബി നമ്പർ വാർ. പവിത്രത നമ്പർ വാർ, നമ്പർ വാർ എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചിടുന്നതായിരിക്കും മലയാളത്തിൽ. എന്നാൽ എല്ലാവർക്കും ഒരുപോലെയല്ല, നമ്പർ വാറാണ്. അതുകൊണ്ട് അനുഭൂതികളുടെ പ്രാപ്തിയും ബാബ പറയണം നമ്പർ വാറാണ്, ക്രമത്തിലാണ്. അഗർ പവിത്രത നമ്പർ വൺ ഹേ തോ ബാബ ദ്വാര അനുഭൂതിയോം കി പ്രാപ്തി ബി നമ്പർ വൺ. അഥവാ പവിത്രതയിൽ നമ്പർ വൺ ആണെങ്കിൽ ബാബയിലൂടെ ലഭിക്കുന്ന അനുഭൂതികളിലും നമ്മൾ നമ്പർ വൺ ആയി. അത്യുന്നതങ്ങളിൽ വസിക്കുന്ന പിതാവ് പരമ പവിത്രമാണ്, പൂർണ്ണമായും പവിത്രമാണ്. അപ്പോൾ ആ പവിത്രതയിൽ എത്താണ്ട് ആ ഈശ്വരന്റെ അനുഭൂതികൾ കിട്ടും. പവിത്രത കി ചമക് സ്വതഹി നിരന്തർ ചഹരെ പർ ദിഖായി ദേത്തി. പവിത്രതയുടെ തിളക്കം സ്വതവേ താനേ തന്നെ നിരന്തരമായി മുഖത്ത് കാണപ്പെടും. പവിത്രത കി റുഹാനിയത്ത് കെ നയൻ സദാഹി നിർമ്മൽ ദിഖായി ദേത്തി. പവിത്രതയുടെ ബാബ പറയണ ആത്മീയതയുടെ കണ്ണുകൾ സദാ നിർമ്മലമായിരിക്കും, കണ്ണുകൾ വളരെ ശുദ്ധമായിരിക്കും, കണ്ണുകളിൽ യാതൊരുവിധ ചാഞ്ചാട്ടം ഉണ്ടാകും, വളരെ നിർമ്മലമായ കണ്ണുകളായിരിക്കും. സദാ നയനോമേം റുഹാനി ആത്മാ और റുഹാനി ബാബയ്ക്ക് झलक അനുഭവം. സദാ കണ്ണുകളിൽ ആ ആത്മാവിന്റെയും ആത്മപിതാവിന്റെയും ആ പ്രകാശം അനുഭവിക്കും. ആജ് ബാബ്ദാദ സബി ബച്ചോം കി വിശേഷ ചമക് और झलक ദേഖര. അപ്പൊ ഇന്ന് ബാബ പവിത്രതയുടെ കാര്യങ്ങൾ പറഞ്ഞു. മനസ്സ വാച കർമ്മണ നമ്മൾ പവിത്രമായിരിക്കണം. പവിത്രതയുടെ ആധാരത്തിലാണ് നമുക്ക് പ്രാപ്തികൾ കിട്ടുന്നത്. അതീന്ദ്രിയ സുഖമാകട്ടെ, സ്വീറ്റ് സൈലൻസ് ഹോമിന്റെ അനുഭൂതിയാകട്ടെ, അത് ലഭിക്കണമെങ്കിൽ ബാബ പറയണു നമ്മൾ പവിത്രമായിരിക്കണം. പവിത്രതയിൽ നമ്പർ വൺ ആണെങ്കിൽ പ്രാപ്തികൾ നമ്പർ വൺ ആണ്. പവിത്രതയിൽ നമ്മൾ ക്രമത്തിലാണെങ്കിൽ ബാബ പറഞ്ഞു അതനുസരിച്ച് പ്രാപ്തികളിലും ക്രമമായിരിക്കും. അപ്പൊ ഇന്ന് ബാബ്ദാദ നോക്കുന്നത് എല്ലാ കുട്ടികളിലും ഈ വിശേഷമായ പവിത്രതയുടെ തിളക്കവും ആ തെളിച്ചവും എത്രത്തോളം ഉണ്ട്. आप भी अपने रूहानी पवित्रता के फीचर्स को नॉलेज के दर्पण में देख सकते हो क्योंकि विशेष आधार पवित्रता. ബാബ പറയാണ് നിങ്ങൾക്കും നിങ്ങളുടെ ആ പവിത്രതയുടെ ആ സ്വരൂപം അല്ലെങ്കിൽ ആ പവിത്രതയുടെ ആ വിശേഷതകള് ജ്ഞാനത്തിന്റെ ദർപ്പണത്തിൽ നോക്കാൻ സാധിക്കും. എന്തുകൊണ്ടെന്നാൽ വിശേഷ ആധാരം, ബ്രാഹ്മണ ജീവിതത്തിന്റെ വിശേഷ ആധാരം പവിത്രതയാണ്. പവിത്രത സിർഫ് ബ്രഹ്മചര്യക്കോ നഹീ കഹാ ജാതാ. അപ്പൊ പൊതുവെ പവിത്രത എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രഹ്മചര്യം. ബ്രഹ്മചര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചതത്വങ്ങളിൽ ചരിക്കരുത് മനസ്സ്, ബ്രഹ്മത്തിൽ ചരിക്കണം. ബ്രഹ്മം പവിത്ര തത്വമാണ്, അത് മാറ്റമില്ലാത്തൊരു തത്വം, അതാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. അപ്പൊ ബാബ പറയാണ് പവിത്രത എന്ന് പറയുമ്പോൾ കേവലം ബ്രഹ്മചര്യം മാത്രമല്ല, സദാ ബ്രഹ്മചാരി और ബ്രഹ്മാചാരി അർത്ഥാത് ബ്രഹ്മ ബാബയ്ക്ക് ആചരൺ പർ ഹർ കദമേം ചലനെ വാലി. ബ്രഹ്മാചാരി കൂടിയാണ്, അതായത് ശിവബാബ ബ്രഹ്മബാബയിലൂടെയാണ് കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ബ്രഹ്മബാബ ഇത് തന്റെ ജീവിതത്തിൽ 100% പെർഫെക്റ്റ് ആയി കൊണ്ടുവന്നു. അപ്പോൾ ബ്രഹ്മ ആചാര്യന്റെ ആ ചുവടിന്മേൽ ചുവട് വെച്ച് പോകണം, അതാണ് ബ്രഹ്മാചാരി. അപ്പോൾ ബ്രഹ്മചര്യം മാത്രം പോരാ, ബ്രഹ്മാചാരി. അതിനാൽ ബ്രഹ്മചര്യം എന്ന് പറയുമ്പോൾ കേവലം മുക്തി മാത്രമേ ഉള്ളൂ. ബ്രഹ്മാചാരി എന്ന് പറയുമ്പോൾ മുക്തിയും ജീവൻ മുക്തിയും കൂടി അതിനകത്തേക്ക് വരും. ഉസ്കാ സങ്കല്പ് ബോൽ और കർമ്മരൂപി കഥം നാച്ചുറൽ ബ്രഹ്മബാബയ്ക്ക് കഥം പർ കഥം ഹോ. അവരുടെ സങ്കല്പവും വാക്കുകളും കർമ്മവും സ്വാഭാവികമായി തന്നെ ബ്രഹ്മബാബയുടെ ചുവടിന്മേൽ ചുവട് വെച്ച് പോകും. നമുക്ക് ആ പവിത്രത നമുക്ക് വരാണെങ്കിൽ, പവിത്രതയിൽ നമുക്കൊരു പൂർണ്ണത വരുമ്പോൾ ബ്രഹ്മബാബ പവിത്രതയുടെ സ്തംഭമാണ്, അല്ലെ? അപ്പൊ ആ പവിത്രതയുടെ നമ്മളിൽ വരുന്നതനുസരിച്ച് സ്വാഭാവികമായി നേരത്തെ പറഞ്ഞു മനസ്സ് വാക്ക് കർമ്മം ബ്രഹ്മബാബയുടെ ചുവടിന്മേൽ ചുവട് വെച്ച് പോയിക്കോളും.
जिसको आप फुटस्टेप कहते हो, ഇതിനെ നമ്മൾ പറയുന്നത് ആ കാൽച്ചുവടുകൾ. ഉनके हर कदम में ब्रह्मा बाबा का आचरण दिखाई देता. അപ്പോൾ അവരുടെ ഓരോ കാര്യത്തിലും ബ്രഹ്മബാബയുടെ ആചരണം കാണപ്പെടും. तो ब्रह्मचारी बनना मुश्किल नहीं है, लेकिन एक मन वाणी कर्म के कदम ब्रह्मचारी हो, इस पर ചെക്ക് करने की आवश्यकता. അതുകൊണ്ട് ബാബ പറഞ്ഞു ബ്രഹ്മചര്യം പാലിക്കുക എന്നുള്ളത് വലിയ കാര്യമൊന്നുമല്ല, വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല. പക്ഷേ നമ്മുടെ മനസ്സും നമ്മുടെ വാക്കും നമ്മുടെ കർമ്മവും ഓരോ ചുവടിലും ബ്രഹ്മചാരിയായി മാറും. ബ്രഹ്മബാബ എങ്ങനെ ചെയ്യുന്നതാണ്. കാര്യം ബ്രഹ്മബാബയുടെ ഏറ്റവും വലിയ വിശേഷത, അല്ലെങ്കിൽ ശ്രീകൃഷ്ണാത്മാവാണല്ലോ, ശ്രീകൃഷ്ണ ആകാൻ പഠിക്കുന്നത് ഈ സമയത്താണല്ലോ. ഏറ്റവും നമ്പർ 1 വിശേഷത എന്താണ്? ബാലൻസിങ് ആണ്. മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും ബാലൻസ് അല്ലെ. ബാബ എല്ലാം സന്തുലനം ചെയ്തു. പൊതുവെ സന്യാസിമാരെന്താണ്, അവരെല്ലാം വിട്ടുപോകും. ബാബ എല്ലാവരുടെയും കൂടെ ഇരുന്നു. ഏതാണ്ട് 300ഓളം കുട്ടികളായിരുന്നു ബാബയുടെ കൂടെ ഉണ്ടായത്. അവരോടൊക്കെ വളരെ സ്നേഹത്തിലായിരുന്നു. പക്ഷെ അത്രയും വേറിട്ടിരിക്കാൻ വല്ലാത്തൊരു വലിയൊരു കലയാണിത്. എല്ലാം ചെയ്തുകൊണ്ട് എല്ലാത്തിൽ നിന്നും അനാസക്ത ഭാവത്തിൽ. അപ്പൊ ബാബ പറയാണ് മനസ്സാ വാച കർമ്മണ നമ്മൾ ബ്രഹ്മചാരി ആകണം. അതിലാണ് പരിശോധനയുടെ ആവശ്യകത. और जो ब्रह्मचारी है उनका चेहरा और चलन सदा ही अंतर्मुखी और അതീന്ദ്രിയ സുഖബാല അനുഭവം. ഇനി ബ്രഹ്മചാരി ആയിരിക്കുന്നവരുടെ അടയാളം ബാബ പറയാണ് അവരുടെ മുഖവും പെരുമാറ്റവും സദാ അന്തർമുഖിയായിരിക്കും, അതീന്ദ്രിയ സുഖത്തിന്റെ അനുഭവത്തിലായി. അപ്പൊ ഈ ഒരു പോയിന്റാണ് ഇതിന്റെ അടിസ്ഥാനം. ബ്രഹ്മബാബയുടെ ചുവടിന്മേൽ ചുവട് വയ്ക്കും. പറഞ്ഞു വന്നത് രുഹാനിയത്തിനെ കുറിച്ചാണ്, ആത്മീയതയെ കുറിച്ചാണ്. അപ്പൊ ബാബ പറയാണ് ആ ആത്മീയതയുടെ ആധാരം എന്താണ്? അന്തർമുഖത, അതായത് ആത്മാഭിമാനി. ആത്മാഭിമാനി സ്ഥിതി ആകാതെ ആത്മീയതയുമില്ല, പരമാത്മ സ്മൃതിയുമില്ല, സ്വീറ്റ് സൈലൻസുകളും ഒന്നും ഉണ്ടാവും. അപ്പൊ ആധാരം എത്രയേ ഉള്ളൂ? ആത്മാഭിമാനി സ്ഥിതി. അതുകൊണ്ട് ഏത് വാണിയിലും ബാബ ആവർത്തിച്ച് എന്താ പറയുന്നത്? ഇത് പരിശ്രമമുള്ള കാര്യമാണ് കുട്ടികളെ ആത്മാഭിമാനിയാകാൻ പരിശ്രമം. അപ്പൊ ഈ ആത്മാഭിമാനി ആത്മാവാകത്തിരിക്കുന്ന സാധനം, മനസ്സ് ആത്മാവിൽ നിന്ന് ഇന്ദ്രിയങ്ങളിൽ കൂടെ പുറത്തേക്ക് കടന്നു. അതാണ് ബാഹർമുഖത. അപ്പോൾ ഈ ബാഹർമുഖതയുടെ ലോകം വളരെ ഇളക്കമുള്ളതും അഴുക്കുള്ളതും, അതിൽ നമുക്ക് വളരെയധികം അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവും. പക്ഷെ ബാഹ്യലോകം നമ്മൾ പൂർണ്ണമായിട്ട് വിട്ടുകളയാനും പറ്റില്ല. അപ്പൊ ബാബ പറഞ്ഞു അന്തർമുഖിയായി ബാഹർമുഖത. ഈ അന്തർമുഖത തന്നെയാണ് അതീന്ദ്രിയ സുഖം. ബാബ പറയണു അപ്പോൾ ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ അന്തർമുഖത പ്ലസ് അതീന്ദ്രിയ സുഖം. एक है साइंस के साधन और ब्राह्मण जीवन में है ज्ञान के साधन. ഒന്ന് സയൻസിന്റെ സാധനങ്ങൾ, ബ്രാഹ്മണ ജീവിതത്തിൽ ജ്ഞാനത്തിന്റെ സാധനങ്ങളും സാധനവും. ഇതൊരു ബാലൻസിങ്. तो ब्रह्मचारी आत्मा साइंस के साधन व ज्ञान के साधन के आधार पर सदा सुखी नहीं होते, लेकिन साधनों को भी अपनी साधना के स्वरूप में कार्य में ला. അപ്പോൾ ബ്രഹ്മചാരിയായ ആത്മാവ് സയൻസിന്റെ സാധനങ്ങളില് അല്ലെങ്കിൽ ജ്ഞാനത്തിന്റെ ചില സാധനങ്ങൾ, ഈ സകലക സാധനങ്ങൾ, അതിന്റെ ആധാരത്തിലായിരിക്കില്ല സദാ സുഖിയായി. പകരം സാധനയിൽ തന്റെ സാധനങ്ങളെ തന്റെ സാധനയുടെ സ്വരൂപത്തിൽ കാര്യത്തിലേക്ക്. എപ്പോഴും ബാബ എന്താ പറഞ്ഞത്? സാധനങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. സാധനങ്ങൾ ഉപയോഗിച്ചു, സയൻസ് ഉപയോഗിച്ചു. പക്ഷെ അന്തർമുഖിയായ ഒരു ആത്മാവിന് സുഖം സയൻസിന്റെ സാധനങ്ങളിലല്ല, അതിന് ആത്മാവിൽ തന്നെ. പക്ഷെ ഇഹലോകത്ത് സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല, മൊബൈൽ ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല, മൈക്ക് ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല, കമ്പ്യൂട്ടർ ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല. അവർ അതെല്ലാം സേവനത്തിന് വേണ്ടി ഉപയോഗിച്ചു, ഒരു കുഴപ്പമില്ല. പക്ഷെ അതിന് ആധാരമാകും, അത് ബാഹർമുക്തിയാണ്. ബാബ പറയാണ് അതിനെ ആധാരമാക്കുക. അപ്പൊ സാധന, ബാബ പറഞ്ഞു സാധനങ്ങളുടെ ആധാരത്തിലാകരുത്. സാധനവും കോ ആധാർ നഹീം ബനാത്തെ लेकिन अपनी साधना के आधार से साधनों को कार्य में लाते. जैसे कोई ब्राह्मण आत्माएं कभी कभी कहते हैं हमें एक चांस नहीं मिला, इस बात की मदद नहीं. അപ്പൊ ബാബ പറയാണ് സാധനങ്ങൾ കാര്യത്തിൽ കൊണ്ടുവരണം, സാധനങ്ങൾ ഉപയോഗിക്കണം. പലപ്പോഴും ബ്രാഹ്മണ ആത്മാക്കൾ പറയാറുണ്ട് ഞങ്ങൾക്ക് അവസരം കിട്ടുന്നില്ല, ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ഒരു സഹായം കിട്ടുന്നു. ഇതെല്ലാം ഭാഗ്യമായ കാര്യം. ഒരു അന്തർമുഖിയായ ആത്മാവിന് എന്ത് മനസ്സിലാകും? എന്റെ ആത്മാവിൽ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സേവനം അല്ലെങ്കിൽ കർമ്മങ്ങൾ എനിക്ക് വരും. ഞാനത് ചെയ്യുമ്പോൾ ധാരാളം ആത്മാക്കൾ എനിക്ക് സഹയോഗം നൽകിക്കോളും, ഇല്ലെങ്കിൽ ഡ്രാമയിലില്ല. അപ്പൊ ബാബ പറയാണ് ഈ പുറത്തെ വ്യക്തികളെയും സാധനങ്ങളെയും ആധാരമാക്കുന്ന ആത്മാക്കൾ പരാതി പറയും എനിക്ക് അവസരം കിട്ടിയില്ല, എനിക്ക് ചാൻസ് കിട്ടിയില്ല, എനിക്ക് സഹായം കിട്ടിയില്ല. ഏത് സാത്ത് नहीं मिला इसलिए खुशी कम हो गई अथवा सेवा का स्वयं का
ഉമംഗ് ഉത്സാഹ കാം ഹോഗെ. ഈ കൂട്ടുകെട്ട് കിട്ടിയില്ല, അതുകൊണ്ട് എന്റെ സന്തോഷം കുറഞ്ഞു പോയി. സേവനത്തിൽ അല്ലെങ്കിൽ ഉത്സാഹത്തിലെ ഉണർവില് ഇതിൽ കുറവ് സംഭവിച്ചു. അറിഞ്ഞെങ്കിൽ അവരെനിക്ക് സഹയോഗം നൽകിയില്ല, അല്ലെങ്കിൽ ഉദ്ദേശിച്ച സാധനങ്ങൾ എനിക്ക് കിട്ടിയില്ല, ധനം എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ട് എന്റെ ഉത്സാഹം പോയി. കഴിഞ്ഞ ഞായറാഴ്ചത്തെ വാണിയിൽ എന്ത് പറഞ്ഞു? ബാബ ഞങ്ങൾക്ക് സഫലത കിട്ടിയില്ല, അപ്പൊ ബാബ സഹായിച്ചില്ല, അല്ലെ ബാബ ഞങ്ങളെ സഹായിച്ചില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് യോഗ്യതയില്ല, ഇങ്ങനെ കണ്ടമാനം പറ്റാണ്. കഴിഞ്ഞ ഞായറാഴ്ചത്തെ വാണിയിൽ ഉമംഗ് ഉത്സാഹിനെ കുറിച്ച് പഹലെ പഹലെ തോ ബഹുത് അതീന്ദ്രിയ സുഖ ഥാ, ഉമംഗ് ഉത്സാഹ ഭി രഹ, മേം അവർ ബാബ അവർ കുച്ച് ദിഖായി നഹീ. യജ്ഞത്തിന്റെ തുടക്കത്തിൽ ഒന്നുമില്ല. ഏതാണ്ട് 1983 കേട്ടിട്ടുണ്ട്. ബ്രഹ്മകുമാരീസ് കാറ് കിട്ടി, അംബാസഡർ. നമുക്കൊരു ട്രക്ക്, ഒരു പഴയ ട്രക്ക് പട്ടാളത്തില് ഈ ലേലം ചെയ്തു, പഴയ കണ്ടം ചെയ്ത് ലേലം ചെയ്തു. ഏത് വർഷമെന്ന് എനിക്ക് ഓർമ്മയില്ല, എന്തായാലും 81 കഴിഞ്ഞിട്ട്. അപ്പൊ ദാദി പറഞ്ഞു ആ ട്രക്ക് നമുക്ക് ലേലത്തിൽ പിടിക്കാം. അങ്ങനെ ഒരു ട്രക്ക് കിട്ടി. അപ്പൊ അതിൽ കൽക്കരി എടുക്കാൻ പോകണം, റെയിൽവേ സ്റ്റേഷനിൽ കൽക്കരി എടുക്കാൻ പോകും. കൽക്കരിയിലാണ് അത് മെയിൻ ആയിട്ട്. അപ്പൊ ദാദി പോകും, ഈ വണ്ടി കയറി, അല്ലെ. അപ്പോ അന്ന് സേവനത്തിന് ഒരു സാധനവും ഇല്ല, താമസിക്കാൻ സൗകര്യമില്ല, പൈസയില്ല. എനിക്കറിയാം, ഇത് ഇവിടെ തന്നെ തുടങ്ങിയ സമയത്ത് നമ്മുടെ സിസ്റ്റേഴ്സ് എല്ലാം ബസ്സിൽ വരും. നമ്മളെല്ലാം ബസ്സിനാ പോയിക്കൊണ്ടിരുന്നത്. ഓരോ യാത്രകളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ ഒരു ഓട്ടോറിക്ഷ പോലും പഠിക്കാൻ പറ്റാത്ത, അല്ലെ, ബസ്സിൽ കയറിയിട്ടാണ് ഈ ആഹാരമൊക്കെ കൊണ്ട് കൊടുക്കുക. അങ്ങനെ കുറെ കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ബാബ പറയാണ്, യജ്ഞത്തിന്റെ ആരംഭത്തില് ഞാനും ബാബയും നല്ല ഉത്സാഹമായിരുന്നു, വേറെ ഒന്നുമില്ല, അല്ലെ. നല്ല ഉത്സാഹത്തിൽ പറന്നു നടന്ന സേവ, അന്ന് പറന്നു നടന്ന സേവ. लेकिन majority 5 वर्ष से 10 वर्ष के अंदर अपने में कभी कैसे അനുഭവം करने लगे. എന്നാൽ ബാബ പറഞ്ഞു, ഭൂരിഭാഗം പേരും ഒരു 5-10 വർഷം കഴിഞ്ഞപ്പോഴേക്കും ബാബ പറഞ്ഞു പലപ്പോഴും പല രീതിയിലുള്ള അനുഭവങ്ങൾ. അതായത് സാധനയുടെ പിറകെ ഒരു സാധനങ്ങൾ വരും. നമ്മൾ ആദ്യം കുറച്ച് കഷ്ടപ്പെടുത്തും, നമ്മൾ കുറച്ച് ഇത് കഴിയുമ്പോൾ എല്ലായിടത്തും സാധനങ്ങൾ കയറി വരും. നമ്മുടെ സെന്ററുകളിലൊന്നും ഒരു സാധനങ്ങളുടെ കുറവുണ്ട്. ഞാൻ പണ്ട് ഒരിക്കൽ ആലുവ സെന്ററിൽ പോയി ബോഗ് വെച്ചിട്ടില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ സിസ്റ്റർ ബോഗ് വെക്കാൻ? ഒന്നുമില്ല, ഇവിടെ ഒന്നുമില്ല, പിന്നെ എങ്ങനെ ബോഗ് വയ്ക്കുക? അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങളായിരുന്നു. ഒരു ടേപ്പ് റെക്കോർഡർ ഉണ്ടായിരുന്നില്ല. നമ്മൾ ആലപ്പുഴ തന്നെ സെന്റർ തുടങ്ങുമ്പോൾ, ഇപ്പൊ ഇന്നലെ വന്നില്ലേ രാജമ്മ മാജിദ് മാജിദാണ് ഭയങ്കര ലഹരി. അവര് അന്നേ വൈറ്റ് ഉപയോഗിക്കും. അപ്പൊ അവരുടെ പഴയ സാരി നമ്മൾ മേടിച്ചു കൊണ്ടുപോയിട്ടാണ് കർട്ടനടിച്ചിട്ടുണ്ട്. ഇതുപോലെ ഫ്ലക്സിന്റെ പടങ്ങളോ ഒന്നുമില്ല, കടലാസ് പടങ്ങളോ ഉള്ളൂ. 1-2 പടങ്ങൾ പോകും. മിക്കവാറും എവിടെയെങ്കിലും കയറി പിടിച്ച വീടുകളായിരിക്കും. അതൊക്കെ വൈറ്റ് വാഷ് ചെയ്ത് അല്ലേ കർട്ടനൊക്കെ ഇട്ടിട്ടാണ് ക്ലാസ്സുകൾ തുടങ്ങും. ഒരു സൗകര്യങ്ങളൊന്നും ഉണ്ട്. നമ്മൾ പോഷായിട്ട് തുടങ്ങുള്ളൂ സെന്റർ. അപ്പൊ അന്ന് അങ്ങനെയായിരുന്നു. എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, എറണാകുളത്ത് ഒരു ഫ്രിഡ്ജ് മേടിച്ചു. അപ്പൊ ഭയങ്കര സന്തോഷമായിരുന്നു. ഒരു ഫ്രിഡ്ജ് സ്റ്റിക്കറൊക്കെ ഒട്ടിക്കാനൊക്കെ ഭയങ്കര ഇതായിരുന്നു. പക്ഷെ ഇന്നെല്ലാ സൗകര്യവും ഉണ്ട്. അപ്പൊ ഇന്ന് സാധനങ്ങൾ കൂടും. അപ്പൊ ബാബ പറയാണ്, ഒരു 5-10 വർഷം കഴിഞ്ഞപ്പോഴേക്കും ആ ഉത്സാഹത്തിനൊക്കെ ഒരു വ്യത്യാസമാണ്. ഇസ്കാ കാരണം ക്യാഹെ, അതിന് കാരണം എന്താണ്? പകലെ വർഷത്തെ 10 വർഷമേ ഉമംഗ് ഉത്സാഹ 10 ഗുണ ബഡനാ ചാഹിയെ. ശരിക്കും പറഞ്ഞാൽ 10 വർഷം കൊണ്ട് ബാബ പറഞ്ഞ ഉത്സാഹം 10 മടങ്ങാകും. ലേക്കിൻ കം ക്യോं ഹോ ഗയ, പക്ഷെ എന്തുകൊണ്ട് ഉത്സാഹം കുറയും? उसका कारण यही है कि साधना की स्थिति में साधनों को कार्य में लगे. അതിന് കാരണം സാധനയുടെ ആധാരത്തിൽ സാധനങ്ങളെ ഉപയോഗിക്കണമാണ്. സാധനങ്ങളുടെ പിടിയിൽപ്പെട്ടു. പണ്ട് ഈ സുകുമാരഴിക്കോട് പറഞ്ഞതുപോലെ ശിവഗിരിയൊക്കെ ശവഗിരി, ഒരു വള്ളിയുടെ വ്യത്യാസം. കാര്യത്തിൽ സ്ഥാനമാനാദികൾക്കും ദാനം. അതാണ് അവിടെ ഒരിടയ്ക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടായത്. പിന്നെ ഗവൺമെന്റ് കയറി ഇടപെടുകയും പട്ടാള പോലീസിലേക്ക് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് പിടിച്ചെടുത്തി. അപ്പൊ അതിന്റെ കാരണം, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വരെ നടക്കും. അപ്പൊ ഇതെല്ലാം സ്ഥലത്ത് സംഭവിക്കുന്ന കാര്യമാണ്. അതില്ലെങ്കിൽ സാധനങ്ങൾ കൂടും, സാധനങ്ങൾ പിടിയിൽപ്പെട്ടു. ബാബ പറഞ്ഞു, സാധന ഇല്ലാണ്ട് സാധനങ്ങൾ ഉപയോഗിക്കണം. कोई ना कोई आधार को अपनी उन्नति का आधार बना देते हैं और वह आधार हिलता है तो उमंग उल्लास भी हिल जाता है. എന്തെങ്കിലും ആധാരത്തെ തന്റെ ഉന്നതിയുടെ ആധാരമാക്കുമ്പോൾ ആ ആധാരം ഒലഞ്ഞാൽ എല്ലാം ഒലയും. ഉദാഹരണമായിട്ട് ഞാൻ പറയാണ്, ഞാൻ ഈ സെന്ററിന്റെ ഇൻചാർജ്,
ഐ ആം ദ ഇൻ ചാർജ് ഓഫ് ദിസ്. അവർ നല്ലതാണ്, ഞാനാണ് ഇൻചാർജ് ആക്കി. അപ്പൊ ആ ചാർജ് പോകാണെങ്കിൽ, അതാണ് എന്റെ ആധാരമെങ്കിൽ, അപ്പൊ ശരി, ഇന്ന് മുതൽ നിങ്ങൾ ഇതിന്റെ ചാർജ് അല്ല, നിങ്ങൾ പോകും, ഇത് വേറെ സ്ഥലത്ത്. അപ്പൊ അതാണ് എന്റെ ആധാരമെങ്കിൽ അത് ഇളകിത്തു. എന്റെ സെന്ററിൽ വാഹനമുണ്ട്, എന്റെ സെന്ററിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, ഞാനിപ്പോ നല്ല സുഖത്തിലാണ്. ഇത് ആധാരമാക്കുകയാണെങ്കിൽ അവർ അത് പോകുമ്പോൾ പ്രശ്നം വരും. മറ്റുള്ള സ്ഥലത്ത് കൂടുമ്പോൾ പ്രശ്നം വരും. സ്ഥാനമാനാദികൾ വേറൊരാൾക്ക് കിട്ടുമ്പോൾ പ്രശ്നം വരും. സാധനങ്ങൾ വേറെ സ്ഥലത്ത് കൂടുമ്പോൾ പ്രശ്നം വരും. പിന്നെ സാധനങ്ങളുടെ മത്സരം. ബാബ പറയാണ്, മധുബൻ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ്, നിങ്ങൾ ഈ മധുബനായിട്ട് എന്തിനാ മത്സരിക്കുന്നത്? അല്ലെങ്കിൽ സോണൽ ഓഫീസുമായിട്ട് എന്തിനാ മത്സരിക്കുന്നത്? അത് ഹെഡ് ഓഫീസിൽ അത്ര എല്ലാവരും കൂടുമ്പോൾ അതിന്റെ സൗകര്യങ്ങൾ വേണ്ടി വരും. അപ്പൊ അത് കണ്ടിട്ട് മധുബനില്ലേ, നമുക്കും വേണം. അപ്പൊ പറഞ്ഞു, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്താൽ. അപ്പൊ ആവശ്യങ്ങൾക്കനുസരിച്ചായിരിക്കണം നമ്മൾ സാധനങ്ങളാണ് നമ്മുടെ ആധാരമാക്കുന്നതെങ്കിൽ ബാബ പറയാണ് പിന്നെ സാധനം ഉണ്ടാവില്ല, പിന്നെ ഈ മത്സരങ്ങളും അസ്വസ്ഥതകളൊക്കെ വരും. അപ്പൊ ബാബ പറയണു, അത് ഇളകുമ്പോൾ നമ്മൾ ഇളകും. വൈസെ ആധാർ ലേനപ്പോ ഈ ഭൂരി ചീസ് നഹി. ബാബർ ഒരു സാധനം ഉപയോഗിക്കുന്നതിൽ യാതൊരു തെറ്റൊന്നുമില്ല. ലേക്കിൻ ആധാർ പോകി ഫൗണ്ടേഷൻ ബനാതെ. പക്ഷെ അതിനെ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഉന്നതിയുടെ ആധാരമാണ്. ബാബ ബീജസെ നികൽച്ച, ബാബ അങ്ങ് പോയി, ബാബയെക്കാളും വലുത് അല്ലെ, അപ്പോഴാണ് प्रश्नों में। और आधार को फाउंडेशन बना देते, इसलिए हलचल क्या होती? ബാബ പറഞ്ഞു, ഇതിനൊക്കെ നിങ്ങൾ അടിസ്ഥാന ആക്കുകയാണെങ്കിൽ ആകെ ഇളക്കമായിരിക്കും. ഏഹു ഹോത്താത്തോ ഐസ നഹി ഹോത്ത, ഏഹു ഹോത്താത്തോ ഐസേ ഹോത്ത. ഇങ്ങനെ അല്ലായിരുന്നെങ്കിൽ അങ്ങനെ ആയേനെ, ഇങ്ങനെ ആയിരുന്നെങ്കിൽ അങ്ങനെ ആയേനെ. ബാബ പറഞ്ഞു, പിന്നെ ഇതൊക്കെ കിടന്ന് ഇതൊക്കെ ആയിരിക്കും സംസാരം. അങ്ങനെ വേണം, ഇങ്ങനെ വേണം, അങ്ങനെയായിരുന്നു വേണ്ടത്, ഇങ്ങനെയായിരുന്നു വേണ്ടിയിരുന്നത്. ബാബ പറഞ്ഞു, എല്ലാം മുടങ്ങും. ഈ മോഹിനി ബഹൻ ന്യൂയോർക്ക്, ഈ ന്യൂയോർക്കിൽ ഇതുപോലത്തെ സ്ഥിതിയില്ല. 300 ഏക്കറിലൊക്കെയാണ് സെന്റ്. ഹാപ്പി വില്ലേജ് അതനുസരിച്ചുള്ള. ഡൽഹിയിലെ അല്ല ലണ്ടനിലെ അവിടെ ഈ എല്ലാം പലതും വിൽക്കുന്നുണ്ട് ഒരു ബിസിനസ്. 400 മുറികളുടെ ഒരു ഇതാണ് നമ്മുടെ. ഇപ്പൊ നമ്മൾ വിചാരിക്കും അവർക്ക് അതിനൊരു പിടിയിലായിരിക്കും. അപ്പൊ മോഹിനി ബഹൻ ഒരിക്കലും ക്ലാസ് എടുക്കും, ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കാനുള്ള ഒരു ക്ലാസ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വാഹു എന്ന് പറഞ്ഞു ഈ ക്ലാസ് കേട്ട അവര് സ്ഥിതിയുടെ അനുസരിച്ച് പറയും. അപ്പൊ നമുക്ക് മനസ്സിലാകും ഈ പറയുന്ന സന്യാസിമാർക്കൊക്കെ ഒരു മണ്ണാങ്കട്ടയില്ല, ഒരു ചുണ്ണാമ്പില്ല. അപ്പൊ അവര് പറയാണ്, ഇതൊക്കെ നമുക്ക് ഈ ദേവിമാർക്ക് അമ്പലം പണിയില്ല. ഈ അമ്പലം പണിയുമ്പോൾ ഭക്തര് ചെയ്യേണ്ട കാര്യമല്ല, അതിൽ ദേവി ഇടപെടേണ്ട കാര്യമില്ലല്ലോ. വരുന്ന സ്റ്റുഡൻസ് കൂടി അവർക്ക് എങ്ങനെ വേണം അങ്ങനെ വേണം എന്നൊക്കെ അവരത് ചെയ്തോളും. എനിക്കിതിലൊന്നും യാതൊരു, ഞാൻ ഇതൊന്നും ശ്രദ്ധിക്കാൻ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കും, പക്ഷെ ഇതൊന്നും എന്നെ ബാധിക്കുന്ന പോലും വലിയ ഭാഗത്തായി. അപ്പൊ അവരെല്ലാം ഹൈലി ഇതിന്റെ ഇടയിലാണ് നമ്മൾ വിചാരിക്കും ഇവരൊക്കെ പോഷാണ്. ഒരു പുറത്ത് പോഷായിട്ട് നടക്കുന്നു മാത്രമേ ഉള്ളൂ, പക്ഷെ അകത്ത് ഹൈലി ഡിറ്റാച്ച്ഡ് സോൾസ്. അപ്പൊ അതിനെ ആധാരമാക്കാൻ, പുറം ലോകത്തെ ആധാരമാക്കുകയാണെങ്കിൽ പുറം ലോകം ഇളകുന്നത് കൊണ്ട് ബാബു പറഞ്ഞു അകൽ ലോകവും ഇളകി, മനസ്സിന് സ്വസ്ഥത ഉണ്ടാകും. ബാബു പറയാണ്, യഹ്തോ ബഹുത് ആവശ്യകെ ഐസാനെ ബഹുമാനിലകത്ത. ഇതെനിക്ക് വളരെ ആവശ്യമാണ്, അത് അങ്ങനെ വേണ്ടതായിരുന്നു, ഇതിങ്ങനെ പാടില്ലായിരുന്നു. അവർ ഈ വക ഇളക്കങ്ങളായി. സാധന അവർ സാധന ബാലൻസ് നഹീരല്ല. സാധനങ്ങളുടെയും സാധനയുടെയും ബാലൻസ് ജീവിതത്തിൽ സാധനങ്ങൾ ഉപയോഗിക്കും. ഇല്ലെങ്കിൽ എന്ത് പറ്റും? നമ്മൾ വെറും വരണ്ട സന്യാസികൾ. ഒന്നും വേണ്ട, ഒന്നും വേണ്ട അല്ലെ, വീട് വേണ്ട, വലിയ വീട് വേണ്ട, അത് വേണ്ട, സാധനങ്ങൾ വേണ്ട, ഇതിനൊക്കെ ആവശ്യമുണ്ട്, ആവശ്യമുണ്ട്, ഇതൊക്കെ ആവശ്യമുണ്ട്. പക്ഷെ അത് നമ്മുടെ മനസ്സിൽ കയറി പിടിക്കും. साधना की तरफ बुद्धि कम हो जाती, इसलिए कोई भी कार्य में सेवा में बाबा की ब्लेसिंग्स അനുഭവം. സാധനയിൽ ബാബ പറഞ്ഞ ബുദ്ധി കുറച്ചാൽ പോകും. അതുകൊണ്ട് ഏത് കാര്യത്തിലും സേവനത്തിലും ബാബയുടെ ഒരു ബ്ലെസ്സിങ്സ് നമുക്ക് കിട്ടും. അവര് നിങ്ങൾ സാധനങ്ങളെ വ്യക്തികളെ ആധാരമാണ് ആയിക്കോ, ഞാനങ്ങ് മാറി നിൽക്കാം. ബാബ മാറി നിൽക്കുന്നതല്ല, നമ്മൾ ബാബയെ മാറ്റി. ബാബ പറയുന്നു എന്റെ ഒരു ബ്ലെസ്സിങ്സ് ഉണ്ടാവില്ല, ബാലൻസ് ഇല്ലാതെ. ഈ ചന്ദ്രബാബു നായിഡു നേരത്തെ ആന്ധ്ര മിനിസ്റ്റർ, അദ്ദേഹം കണ്ടമാന സ്ഥലവും ധനവും ആന്ധ്രാപ്രദേശിൽ കൊടുത്തു, സർക്കാരിന്റെ തന്നെ. അത് എന്നിട്ട് എല്ലാ MLA മാർക്കും പറയും ബ്രഹ്മകുമാരി. അപ്പൊ അദ്ദേഹത്തിന് ആദ്യം ടച്ച് ചെയ്ത് ഈ ലിഫ്റ്റില് നമ്മൾ സ്ലോഗൻ ഒട്ടി. അപ്പൊ ആ സ്ലോഗൻ വായിച്ച് പുള്ളിക്ക് ഇതിനോട് വലിയ ആകർഷണം. പിന്നെ സിസ്റ്റേഴ്സ് പോയി സേവ ചെയ്യും. അതിന് പുള്ളി മൗണ്ട് പുള്ളി അത്ഭുതപ്പെട്ടു പോയി. വിചാരിച്ചത് ഭയങ്കര സ്പിരിച്വൽ അല്ലേ, പക്ഷെ അവിടെ മൊത്തം കമ്പ്യൂട്ടറൈസ്ഡ് ആണ്, മൊത്തം കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. അപ്പൊ പുള്ളി പറഞ്ഞത് കൊള്ളാലോ, ഇതൊരു ഹൈടെക് ആശ്രമമാണ്. അപ്പൊ അവിടെ സാധനയോ പുള്ളി അത്ഭുതപ്പെട്ടു. 2 മണി വരെ എല്ലാവരും മെഡിറ്റേഷൻ വന്നു. പക്ഷെ അതേ സമയം തന്നെ എന്താണ്, സയൻസിന്റെ എല്ലാ സാധനം ഇപ്പൊ നമ്മളവിടെ ചെല്ലുമ്പോ എന്താണ്,
ഇവിടുന്ന് ഓൾറെഡി അയച്ചിട്ടുണ്ട്. നമ്മൾ ഇത് ഇത്രയും പേര് ഇവിടെ വരുന്നുണ്ട്. അവരെ കമ്പ്യൂട്ടറിൽ കിടപ്പുണ്ട്. ഒരാൾ കൂടുതലെന്നവരേക്ക് ഒരാൾ കൂടുതലുണ്ട്, സമ്മതിക്കില്ല. അവിടെ നമ്മൾ എത്തുമ്പോൾ തന്നെ എന്താണ്, അവിടെ ട്രോളി ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇത്ര പേർക്ക് ട്രോളി കൊടുക്കണം, കിച്ചൺ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇത്ര പേർക്ക് ആഹാരം ഉണ്ടാക്കണം, അക്കോമഡേഷൻ പല സ്ഥലത്താണ്. അവിടേക്ക് അപ്പം തന്നെ ഇൻഫർമേഷൻ പോയി ഇത്ര പേര് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്, അവർക്ക് ഇന്ന റൂമാണ് അലോട്ട് ചെയ്തിരിക്കുന്നത്, എല്ലാം കമ്പ്യൂട്ടർ ചെയ്തോളൂ. ഇതെല്ലാം ഓടി നടന്ന് ചെയ്യാൻ പറ്റും. ഒരാൾ ഇവിടെ വരുമ്പോൾ തന്നെ എല്ലായിടത്തും പോയി ഓടി പറയാൻ പറ്റില്ല. അപ്പൊ അത് പവറിന് നിങ്ങളത് ഉപയോഗിക്കണം, സയൻസ് ഉപയോഗിക്കണം. പക്ഷെ അതിന് ആധാരമാക്കണം, അല്ലെങ്കിൽ അതിന് അടിമയായി. ബാബ പറഞ്ഞു അങ്ങനെ സാധനത്തിന് അടിമയായി എല്ലാ അനുഗ്രഹം ഉണ്ടാവും. और ब्लेसिंग का अनुभव न होने के कारण साधन द्वारा सफलता मिल जाती तो उमंग उत्साह बहुत अच्छा रहता, और सफलता कम होती तो उमंग उत्साह भी कम हो जाता. അപ്പൊ സാധനങ്ങളെ ആധാരമാക്കിയപ്പോൾ ചിലപ്പോൾ സഫലത കിട്ടും. ബാബ പറയണു അപ്പൊ സന്തോഷം വരും. സഫലത ഇല്ല, അപ്പൊ സന്തോഷം കരുതണമെങ്കിൽ ആധാരം പുറത്താണ്. പുറത്ത് ആധാരം വിളകിക്കൊണ്ടിരിക്കുക. സാധന അർത്ഥാത് ശക്തിശാലിയാണ്. സാധന എന്ന് പറഞ്ഞാൽ എന്താണ്? നിരന്തരമായ ശക്തിശാലിയായ ഓർമ്മ. നിരന്തർ ബാബയ്ക്ക് സമ്പത്ത്, നിരന്തരം ബാബയുടെ കൂടെ ഹൃദയപൂർവമായ സമ്പർക്കം. സാധന ഇസ്കോ നഹീം കാലത്തേക്ക് സർവ് യോഗമയും പയടുകയും കേവലം യോഗത്തിൽ ഇരിക്കുക. ബാബ പറഞ്ഞു അതല്ല സാധന. സാധന എന്ന് പറഞ്ഞാൽ ഹൃദയപൂർവമായ ബാബയുടെ അടുപ്പം, ബാബയോടുള്ള ഓർമ്മ, ബാബയോടുള്ള സ്നേഹം. जैसे शरीर से बढ़ते हो वैसे दिल मन बुद्धि एक बाबा की तरफ बाबा के साथ साथ बढ़ जाए. പറഞ്ഞു ആത്മാവ് ശരീരത്തിൽ ഇരിക്കുന്നുണ്ടല്ലോ, പറഞ്ഞു ഹൃദയവും മനസ്സും ബുദ്ധിയും ഒരേ ഒരു ബാബയിൽ തന്നെ ഇരിക്കും, ബാബയുടെ കൂടെ ഇരിക്കും. അല്ലെ? ബൈബിളിലെ രണ്ട് നിയമം, ഏറ്റവും പ്രധാനമായ രണ്ട് നിയമങ്ങൾ എന്താ പറയുക? 10 തന്നെ അതിൽ 2 ആക്കി കട്ട് ചെയ്തു, ഇത് 2 മതി. ഇതെല്ലാവർക്കും എപ്പോഴും ബാധകം. ബാധ പറയട്ടെ. ബാക്കി എന്റെ പൂർണ്ണമായ ഹൃദയത്തോടുകൂടി, പൂർണ്ണമായ മനസ്സോടുകൂടി പിതാവിനെ സ്നേഹിക്കും. രണ്ടാമത് എന്താ പറഞ്ഞത്? എന്നെ പോലെ തന്നെ അയൽക്കാരൻ. അപ്പൊ ഈ അയൽക്കാരെന്ന് വെച്ചാൽ ആരും തെളിയിച്ചു കൊടുക്കും. ഈ അയൽക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൃഷ്ടിയാണ്. ഈ സൃഷ്ടി ആദ്യം നീ ചെയ്യേണ്ടത് നിന്റെ പൂർണ്ണ ഹൃദയത്തോടുകൂടി അച്ഛനെ സ്നേഹിക്കും. ഈശ്വരൻ ബീജം. ബീജത്തിനോട് സ്നേഹം വന്നാൽ വൃക്ഷത്തോട് സ്നേഹം വരും. നമ്മൾ വൃക്ഷത്തെ സ്നേഹിക്കാൻ പോകുകയാണെങ്കിൽ അതിൽ ചില കൊമ്പുകൾക്ക് നമുക്ക് ഇഷ്ടം വരും, ചിലരോട് ഇഷ്ടം വരത്തില്ല. നമ്മൾ ആകെ ഇളകിപ്പോകും. ഈ കൊമ്പ് ഇളകിക്കൊണ്ടിരിക്കുന്ന നമ്മളാണ്, അവരുടെ ബീജം ഇളകത്തില്ല. അപ്പൊ അതാണ് ഇത് എല്ലാവർക്കും ബാധകമെന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാ കാലത്തും എല്ലാവർക്കും ബാധകമായ പൂർണ്ണമായ ഹൃദയത്തോടുകൂടി പിതാവിനെ സ്നേഹിക്കും. നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാർ, അതായത് അവരുടെ സുഖദുഃഖങ്ങൾ നിന്റെ സുഖദുഃഖങ്ങളായിട്ടുണ്ട്. ഇതാണ് ബാബയും പഠിപ്പിക്കുന്നത്. ഇതാണല്ലോ പറഞ്ഞില്ലേ, ഇതെന്നാണല്ലോ ബാക്കി വേദശാസ്ത്രങ്ങൾ വന്നത്. അപ്പൊ ബാബ പറയാണ് നമ്മുടെ ഹൃദയവും നമ്മുടെ മനസ്സും നമ്മുടെ ബുദ്ധിയും പൂർണ്ണമായും ബാബയുടെ അടുത്തിരിക്കണം. शरीर बल यहां पैदा है लेकिन मन एक तरफ बुद्धि दूसरे तरफ जा रही है, दिल में और कुछ आ रहा है तो इसको साधना नहीं कर. ശരീരം ഇവിടെ യോഗ ചെയ്തുകൊണ്ടിരിക്കുന്നു, പക്ഷെ ബുദ്ധി ഒരു ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കും, ഹൃദയം വേറൊരാളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാബ പറയാണ് പിന്നെ വേറെ എന്തിലേക്കൊക്കെ പോകാണ് പലതും. ബാബ പറഞ്ഞു അത് സാധന. സാധന എന്ന് പറഞ്ഞാൽ ബാബ ശരീരം ഇവിടെ ഇരിക്കുമ്പോഴും നമ്മുടെ മനസ്സും നമ്മുടെ ബുദ്ധിയും നമ്മുടെ ഹൃദയവും ഒരാളിലേക്ക് തന്നെ പോകണം. मन बुद्धि दिल और शरीर चारों ही साथ साथ बाबा के साथ समान स्थिति में रहे, यही യഥാർത്ഥ സാധന. നമ്മുടെ ശരീരം പോകുന്നത് ബാബയുടെ കാര്യത്തിൽ, കാലുകൾ പോകുന്നത് ബാബയുടെ കാര്യത്തിൽ, മനസ്സും ബുദ്ധിയും ഹൃദയവും ബാബ പറയുന്ന ശരീരവും നാലും ഒപ്പത്തിനൊപ്പം ബാബയ്ക്ക് സമാനമായ സ്ഥിതിയിൽ ഇരിക്കണം. അതിനാണ് പറയുന്നത് യഥാർത്ഥ സാധന. സംബന്ധിച്ച മനസ്സിലായോ? അപ്പൊ മനസ്സ് പോകുന്നത് സാധനങ്ങളില്, ഹൃദയം പോകുന്നത് വ്യക്തികളില്, ശരീരം പോകുന്നത് എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കണ്ടെന്ന് ബാബ പറഞ്ഞിട്ട്. പക്ഷെ ഇതിലേക്ക് മനസ്സ് മുഴുവൻ കിടക്കും, ഇതിലേക്ക് നമ്മൾ ഓടിക്കൊണ്ടിരിക്കും. ബാബ അത് സാധന. അഗർ യഥാർത്ഥ സാധന നഹി ഹോത്തി തോ ഒരു ആരാധന ചലത്തി. യഥാർത്ഥ സാധന ഇല്ലെങ്കിൽ ബാബ പറഞ്ഞ പിന്നെ ആരാധനയായി. ആരാധന വെച്ചാൽ പൂജാരികൾ, പരാതികളായി. പഹലെ ഭി സുനായ കബി തോ യാദ് കർത്തെ ലേക്കിൻ കബി ഫിർ ഭി ഫരിയാദ് കർത്തെ. ബാബ നേരത്തെ കൽപ്പിക്കാറുണ്ട്, പലപ്പോഴും ഓർമ്മ, ബാബയുടെ ഓർമ്മ, പലപ്പോഴും ബാബക്കാരും പരാതികളും പരിഭവങ്ങളും. കഴിഞ്ഞ പാട്ടിൽ എന്താ പറഞ്ഞത്? ബാബ നമുക്ക് ഒരു സഫലത കിട്ടുന്നില്ല, ഇതിന്ന് പോയെന്ന് ആലോചിക്കുകയാണ്. എന്തിനാണ് ഇതിനകത്ത് ഇങ്ങനെ നടക്കണേ? ബാബ പറഞ്ഞ ഈ ചിന്തകൾക്ക് കാര്യം എന്താ?
ബാബ പറഞ്ഞത് എന്റെ കുഴപ്പം കൊണ്ടല്ല, അവരവരെ ശരിക്കും നോക്കാം. യാദ്യമേ ഫരിയാദിക്ക് ആവശ്യകത नहीं. പറഞ്ഞു എന്റെ ഓർമ്മയിൽ ഒരു പരാതിയുടെ ആവശ്യം. സാധന വാലേക്ക ആധാർ സദാ ബാബ് ഹി ഹോത്ത. അതുകൊണ്ട് യഥാർത്ഥ സാധകന്റെ ആധാരം ബാബ. ബാബ എപ്പോഴും പറയാറുണ്ട്, കുട്ടികളെ ബീജത്തെ പിടിച്ചാൽ വൃക്ഷം വന്നു. നമുക്ക് എന്ത് വേണം ബാബ നമ്മൾ ആഗ്രഹിക്കുന്നത്. ബാബ പറഞ്ഞ അത് എനിക്കറിയാം. നമ്മൾ സാധനങ്ങൾ ആകെ പറഞ്ഞത് നിഴലിന്റെ പിറകെ ഓടണം, പിടുത്തം കിട്ടത്തില്ല. അവിടെ ജഹാം ബാബയ്ക്ക് വഹാം സദാ ബച്ചോക്കി ഉടുത്തിക്കല. എവിടെ ബാബയുണ്ടോ അവിടെ ബാബ പറയാണ് പറക്കുന്ന കലയായി. കം നഹി ഹോഗ ലേക്കിൻ അനേക ഗുൺ ബടുത്താ ജായക. ഒട്ടും കുറയില്ല എന്ന് മാത്രമല്ല, അനേക മടങ്ങ് ഇത് വർദ്ധിക്കും. കബി ഊപ്പർ കബി നീചെ ഇസ്മിൻ തക്കാവട്ട് ഹോ. ചിലപ്പോൾ നമ്മൾ നല്ല അവസ്ഥയിൽ, ചിലപ്പോൾ നമ്മൾ വീണ് കിടക്കുന്നു, ഒരു ക്ഷീണം ഉണ്ടാവും, തളർച്ച ഉണ്ടാവും. ആപ്പ് കൊയ് ബി ഹൽച്ചൽ കെ സ്ഥാൻ പർ ബൈഠോ തോ ക്യാ ഹോ. ബാബ പറഞ്ഞു, ഇളകുന്ന സ്ഥലത്തിരുന്നാൽ എന്തായിരിക്കും അവസ്ഥ? ട്രെയിൻ ബഹുത്ത് ഹിൽനെ സെ തക്കാവട്ട് ഹോത്തിരിക്കുന്നു. തീവണ്ടി ഭയങ്കര കുലുങ്ങിയ ഇളക്കമൊക്കെ ആണെങ്കിൽ നമ്മൾ ക്ഷീണിച്ചു പോകില്ലേ? കബി ബഹുത്ത് ഉമംഗ് ഉത്സാഹമേ ഉടുത്തേ ഹോ, കബി ബീജ് മേ രഹത്തെ ഹോ, കബി നിജെ ആജാത്തെ ഹോ തോ ഹൽച്ചൽ ഹോ ഗയി. ചിലപ്പോൾ നല്ല ഉത്സാഹത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കും, ചിലപ്പോൾ ഉത്സാഹം കുറഞ്ഞു പോയി, ചിലപ്പോൾ ഒരു ഉത്സാഹം വീണ് കിടക്കും. അപ്പൊ ബാബ പറയാണ്, ഇതാണ് ഇളക്കം പറയുന്നത്. ഇസ്ലിയെ ഥക്ക് ജാത്തെ ഹോ യാ ബോർ ഹോ ജാ. അപ്പൊ നമ്മൾ ക്ഷീണിക്കും, ബ്രാഹ്മണ ജീവിതത്തിൽ നമ്മൾ ക്ഷീണിക്കും, നമ്മൾ തളർന്നു. അതുകൊണ്ട് ആദ്യം എന്താ പറഞ്ഞത്? ബ്രഹ്മചര്യം കൊണ്ട് കാര്യമില്ല, ബ്രഹ്മചാരി. ബ്രഹ്മബാബ എങ്ങനെ ജീവിച്ചു? ബ്രഹ്മബാബയ്ക്ക് ഒരൊറ്റ ആധാരമാണ്. ഈ ലോകത്തിൽ ബ്രഹ്മബാബയെ പോലെ പണമുള്ള ഒരാൾ ഇന്നുണ്ടാകും. ബ്രഹ്മബാബ പറയും എനിക്കൊന്നുമില്ല എന്ന് പറയും, പക്ഷെ നമ്മൾ എടുക്കുമ്പോൾ അദ്ദേഹം എന്റെ ഹെഡ്. ഇത്രയും സെന്ററുകൾ, ഓൺ ബിൽഡിങ്ങുള്ള ഒരു പ്രസ്ഥാന ലോകത്തുണ്ടാകും. നമ്മുടെ ആലപ്പുഴയിൽ തന്നെ നമ്മൾ എത്ര രൂപ വാടക കൊടുക്കും? ഒരു മാസം നമ്മൾ എത്ര വാടക കൊടുക്കും? 19,000 രൂപ നമ്മൾ ഒരു മാസം വാടക. എത്ര അസറ്റ് ഉണ്ടാവും? ഈ വാടകയുള്ള സ്ഥലത്ത് സെന്ററില്ല, 2 ബിൽഡിംഗ് ഉണ്ട്. മറ്റു ജില്ലകളിൽ അതിനേക്കാളും പറഞ്ഞു. അപ്പൊ കേരളത്തിൽ തന്നെ ബാബയ്ക്ക് എത്ര ഓൺ ബിൽഡിംഗ്? കേരളത്തിൽ തന്നെ ബാബ എത്ര വാടക? എല്ലാ വിദേശ രാജ്യങ്ങളിലും റിട്രീറ്റ് സെന്ററുകൾ. അപ്പൊ ഇന്ന് കണക്കെടുക്കാൻ ലോകത്തിൽ ഏറ്റവും റിച്ചസ്റ്റ് ഇൻ ദ വേൾഡ് ബാബയായിരിക്കും. ഇതാണ് ത്യാഗത്തിന്റെ ഫലം. അപ്പൊ ബാബ പറയാണ്, പക്ഷെ ഇതിനൊന്നും ആധാരമാക്കരുത് സ്ഥൂലമായതിനെ, അല്ലെങ്കിൽ ക്ഷീണിക്കും. എന്നിട്ട് പറയും ബോറടിക്കാണ്. ഇവര് സോചിത്തെ ഐസഹി ചലൻ. പിന്നെ ചിന്തിക്കുകയാണ്, ഇതിനെ പോകണം. ഈ ബ്രാഹ്മണ ജീവിതമേ സുഖമല്ല, ആകെ ഡ്രൈ ആണ്. അതിനെ ബാബ പറഞ്ഞത് സാധനയെ മാത്രം ആശ്രയിക്കരുത്, സാധനങ്ങളും വേണം. എപ്പോഴും ഡ്രൈ ആയിട്ട് സന്യാസിയാണെന്ന് പറഞ്ഞ് ഇന്ദ്രിയ നിയന്ത്രണം വേണമെന്ന് പറഞ്ഞ് ആഹാരം രുചിയുള്ളത് കഴിക്കത്തില്ല, അല്ലെ, ഒരു കാര്യത്തിന് പോകത്തില്ല. അപ്പൊ നമ്മൾ ഡ്രൈ ആയി. ബാബർ അങ്ങനെ ഡ്രൈ ആക്കി പറയും. ബാബറിന്റെ ബ്രഹ്മചാരി കൂടിയാണ്. ബ്രഹ്മചാരി അങ്ങനെ ഡ്രൈ ആക്കും, എല്ലാം ഉപയോഗിക്കും. സന്യാസിയിലെ ചിലപ്പോ ഉണക്കലായി. ഈ ബുദ്ധന്റെ കൂടെയൊക്കെ ബുദ്ധൻ തന്നെ 1 വർഷം ഒരു കായ കഴിച്ചു സാധനാ സമയത്ത്. ഒരു ദിവസം ഒരു കായ്. അവസാനം വയറ് നട്ടലോട്ട് ഒട്ടി, വളരെ വൃദ്ധനായി. ഇത് യാതനാകാലമായി. പിന്നെ സാധനയിലേക്ക് വന്നു. അപ്പോഴാണ് പിന്നെ ബുദ്ധി വിളിച്ചത്. അപ്പൊ ബാബു പറയാണ്, നമ്മൾ അങ്ങനെ ഡ്രൈ ആകരുത്, ആധാരവും ആക്കരുത്. लेकिन जो साधना द्वारा बाबा के साथ है उसके लिए संगम युग पर सब नया ही नया അനുഭവം. എന്നാൽ സാധനയിലൂടെ ബാബയുടെ കൂടെ ഇരിക്കുന്നവർക്ക് ഈ സംഗമയുഗത്തിൽ എല്ലാം പുതിയത് തന്നെ. അതിന് ബാബ എല്ലായിടത്തും എല്ലാ സേവയും ചെയ്യും, എല്ലാ സ്വഭാവ സംസ്കാരമുള്ളവരുടെ എല്ലാ സേവയും ചെയ്യും. ഇത് ബാബ പറയും, മനസ്സാ വാച കർമ്മ ഒക്കെ ചെയ്തു എല്ലായിടത്തും പോകണം, പരമാവധി സ്ഥലത്ത് സേവനം. അപ്പോഴേ ഇത് കിട്ടുള്ളൂ. പക്ഷെ അപ്പോഴും നമ്മുടെ സാധന വിട്ടുപോകാം. അതാണ് നമ്മുടെ ഇതെങ്കിൽ എവിടെ പോകാം, അവിടെ ജീവികളി, അല്ലെ അവിടെ കുറെ സേവ, അവിടെ കുറെ ആഹാരം, പിന്നെ അടുത്ത സ്ഥലത്തേക്ക് വന്ന് അത് ഭാഗ്യമായ കാര്യം. അതിനെ ആശ്രയിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇന്ന് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രയാസം. സാധനയാണെങ്കിലും അവിടെ പോയിട്ട് നമ്മൾ ബാബയുടെ അടുത്തിരിക്കും. അപ്പൊ ബാബയുടെ അടുത്ത് ഇരുന്നുകൊണ്ടേ ബാഹ്യലോകത്തിന് കളിക്കേണ്ടി പോകും. പക്ഷെ ബാഹ്യലോകം നമ്മൾ പൂർണ്ണമായിട്ട് വിട്ട് കളഞ്ഞാൽ അവരുടെ ജീവിതം ഡ്രൈ ആയി. ഞാൻ ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കാം, പച്ചവളം മാത്രം കൊണ്ടിരിക്കാം പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവരെ ബ്രഹ്മ ബാബയെ ഫോളോ ചെയ്യും. നമ്മുടെ സിന്ധുസിസ്റ്റ് ഓവർ സന്യാസിയാണ് ഈ ആഹാര കാര്യത്തിൽ. ബാബു ഞാനത് പറഞ്ഞിട്ടില്ല, നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതല്ലേ. ഇനി ഒരാൾക്ക് ഇഷ്ടമാണെങ്കിൽ പറഞ്ഞു ഓക്കെ, നമുക്കത് ഇഷ്ടമാണെങ്കിൽ ഒരു കുഴപ്പമില്ല. വളരെ സാധനയുടെ പേരിൽ അത് ചെയ്യും. ഇവിടെ ലണ്ടനിൽ നിന്ന് ഒരാൾ വന്നിരുന്നു. അയാള് അരിയാഹാരം കഴിക്കില്ല, ഗോതമ്പ് കഴിക്കില്ല,
പച്ച എണ്ണ ഉപയോഗിക്കില്ല, പഞ്ചസാര ഉപയോഗിക്കില്ല, ഒന്നും ഉപയോഗിക്കില്ല. ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ബാക്കി ഇത്തിരി ജ്യൂസ് പോലെ ജ്യൂസോ സൂപ്പായിട്ട് കുടിക്കും. വേറെ ആൾ ഒന്നും കഴിക്കും. അത് ഓരോരുത്തരും ഇഷ്ടമാണ്. പക്ഷെ അവർ അത് ഞാൻ പറഞ്ഞതിന്റെ പേര് ചെയ്യും. നിങ്ങൾക്ക് അത് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ചെയ്യും. ഒരു നേരം ആഹാരം കഴിക്കുന്ന ഒരു നേരം ആഹാരം അതുകൊണ്ട് ധാരാളം പേര് ഒരു നേരം കഴിക്കും. അവർ അത് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ 2 നേരം കഴിച്ചോളാൻ. അപ്പൊ അത് ഇഷ്ടം. പക്ഷെ ബാബ പറയുന്നു സാധനയുടെ പേരിൽ ഡ്രൈ ആയിപ്പോ. हर कड़ी में, हर संकल्प में नवीनता, क्योंकि हर कदम में उड़ती कला अर्थात प्राप्ति में प्राप्ति होती रहती. ബ്രാഹ്മണ ജീവിതത്തിൽ ഓരോ നിമിഷത്തിലും ഓരോ സങ്കല്പത്തിലും നവീനതയായിരിക്കും. എന്തുകൊണ്ടെന്നാൽ ഓരോ ചുവടിലും പറക്കുന്ന കല, അതായത് പ്രാപ്തി തന്നെ പ്രാപ്തിയാണ്. हर समय प्राप्ति है, ഇവിടെ ഓരോ സമയത്തും പ്രാപ്തിയാണ്. संगम युग में हर समय बाप वर्षा और वरदान के रूप में प्राप्ति कराते. സംഗമ യുഗത്തിൽ സദാസമയത്തും ബാബ സമ്പത്തിന്റെയും വരദാനത്തിന്റെയും രൂപത്തിൽ പ്രാപ്തി ചെയ്യിപ്പിക്കുന്നുണ്ട്. तो प्राप्ति में खुशी होती और खुशी में उमंग उत्साह बढ़ता है. പ്രാപ്തിയിൽ ബാബ പറയാണ് സന്തോഷം ഉണ്ടാകും, സന്തോഷത്തിൽ ബാബ പറയാണ് ഉണർവുത്സാഹം. കം ഹോഹി നഹി സത്ത, അത് കുറയേണ്ട കാര്യമില്ല. യഥാർത്ഥത്തിൽ ബാലൻസ് ചെയ്ത് പോയാൽ ബാബ അത് കുറയേണ്ട കാര്യം. ചാഹെ മായ ബി ആയെ തോ ബി വിജയി ബന്നേക്ക് ഖുഷി ഹോ, മായ വരും, അത് പറഞ്ഞിട്ട് അവസാനം വരെ മായ പ്രശ്നപ്പെടും. പക്ഷെ അതിനെ ജയിക്കുന്നതിന് ഒരു സന്തോഷം ഉണ്ടാകും. क्योंकि माया पर विजय प्राप्त करने के नॉलेजेबल बने. മായ അപ്പൊ നമ്മള് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രശ്നം, അവർ ആർക്കും പ്രശ്നമില്ല. ധാരാളം ബ്രാഹ്മണര് പറയാറുണ്ട് എന്തൊരു അസുഖങ്ങളാണ്, അല്ലെങ്കിൽ വീട്ടിൽ പ്രശ്നങ്ങളാണ്, അല്ലെ? അപ്പൊ നമ്മൾ ആശുപത്രിയിൽ പോയി നോക്കും, എത്ര പേര് ബ്രഹ്മകുമാരി സിംഗിൾ കണ്ടുപിട്ടുണ്ട്? ഒരാൾ പോലും ഉണ്ടാവില്ല. ഇപ്പൊ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ബ്രഹ്മകുമാരിസിൽ ആരുമില്ല. ഇവിടെ എന്തൊരു ആൾക്കാർ, ആയിരക്കണക്കിന് ആൾക്കാർ രോഗം പിടിച്ചു കിടക്കുന്നുണ്ട്. ഇപ്പൊ ബാബർ ഇതിനകത്ത് വന്ന് എന്റെ പേരിൽ അസുഖം വരും. നാട്ടിലും അസുഖമുണ്ട്, നാട്ടിലും പ്രശ്നം. പക്ഷെ ജ്ഞാനത്തിന്റെ ആധാരത്തിൽ നമുക്ക് പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാം. ബാബ പറഞ്ഞു അപ്പൊ സന്തോഷം വർദ്ധിക്കാനല്ലേ വേണ്ടത്. മായ വരുമ്പോൾ അതിനെ ജയിക്കുമ്പോൾ. तो 10 साल वालों को 10 गुना, 20 साल वालों को 20 गुना हो रहा है. ഇപ്പൊ ഭാവിയൊക്കെയാണ് 10 വർഷമായവർക്ക് 10 മടങ്ങ് സന്തോഷം ഉണ്ടാവും, 20 വർഷമായവർക്ക് 20 മടങ്ങ് സന്തോഷം. तो कहने में मस्ती आता लेकिन है तो अनेक. പറഞ്ഞപ്പോൾ 10 20 പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ബാബ പറയാണ് നമുക്ക് നാളെ ചെല്ലുന്നതും സന്തോഷം കൂടി കൂടി വരും. अब इस वर्ष में क्या करेगी? ഈ വർഷം എന്ത് ചെയ്യും? ഉമംഗ് ഉത്സാഹത്തോ ബാബ ദ്വാര മിലി ഹുയി ആപ്കി അപ്നി ജായത. ഉണർവും ഉത്സാഹവും ബാബയിലൂടെ നമുക്ക് ലഭിച്ച ബാബയുടെ സ്വത്താണ്. ബാബയ്ക്ക് പ്രോപ്പർട്ടിക്കോ അപ്പന ബനായ, ബാബയുടെ സമ്പത്ത് നമ്മുടെ സമ്പത്താണ്. तो प्रॉपर्टी को बढ़ाया जाता या कम किया जाता, അല്ലെ? അച്ഛൻ തന്ന സമ്പത്ത്, ഇത് ബൈബിളിൽ ഈ സമയത്ത് എല്ലാ കാര്യം, അല്ലെ? ഈ സമ്പത്ത് കൊടുത്തു, കുറച്ച് വിത്തുകൾ കൊടുത്തു. ഒരാൾ എന്ത് ചെയ്തു? പിതാവേ, അച്ഛൻ മക്കൾക്ക് 2-3 മക്കൾക്ക് സമ്പത്ത് കൊടുത്തു. ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഒരാളത് വെട്ടി തന്നെ വെച്ചു, ഒരാളത് മുഴുങ്ങി കഴിച്ചു, ഒരാളത് പാടത്ത് വരും. അത് പല മടങ്ങാണ്. അപ്പൊ ബാബ പറയാണ് ഞാൻ ഈ തന്നിരിക്കുന്ന സമ്പത്ത് നിങ്ങളത് എത്രത്തോളം വർദ്ധിപ്പിച്ചു, അത് കുറച്ച് കളഞ്ഞു. ഈ വർഷം വിശേഷിച്ച് 4 പ്രകാർ की सेवा पर अटेंशन अंडरलाइन. ഈ വർഷം ബാബ പറയുന്നത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, ബാബ തന്നിരിക്കുന്ന സമ്പത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി 4 പ്രകാരത്തിലുള്ള സേവനത്തിൽ ശ്രദ്ധ കൊടുക്കണം, അണ്ടർലൈൻ ചെയ്യണം. എന്തെല്ലാം വേണ്ടത്? പഹല നമ്പർ ഹേ സോക്കി സേവ. ആദ്യം അവരവരുടെ സേവ, അവരവരെ ഉയർത്താൻ ശ്രമിച്ചു. അവരവരെ ഉയർത്താൻ വേണ്ടി ബാബ എന്താ പറഞ്ഞിട്ടുണ്ട്? നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും നമ്മുടെ ഹൃദയവും ബാബയുടെ സ്നേഹത്തിലായിരിക്കണം. അവർ അതിനാദ്യം ശ്രമിക്കും. കുറച്ചേരം കുത്തിയിരുന്നൊക്കെ യോഗ ചെയ്യാൻ ശ്രമിക്കും. ഈ വാലിന് തീ പിടിച്ച പോലെ ഓടിയാണെന്നുണ്ടെങ്കിൽ അവസാനം എല്ലായിടത്തും തട്ടുപൊട്ടും. അവസാനം പട്ടി പോകുന്ന പോലെ പോകും. അയ്യോ അയ്യോ. ബാബു പറഞ്ഞു അത് സേവയില്ല. ഈ മായയെ നേരിടാനുള്ള ബലം നമുക്ക് വരണമെങ്കിൽ കുത്തിയിരുന്ന് യോഗയും ഗുരുല് പഠിക്കുന്നുണ്ട്, എന്നാലും ഉയരൂ. അപ്പൊ ആദ്യം ദൂസര വിശ്വക്ക് സേവ. രണ്ടാമത് ബാബ പറഞ്ഞു വിശ്വസേവ ചെയ്തില്ലെങ്കിൽ ബ്രാഹ്മണ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകും, ആളുകൾക്ക് അറിവ് കിട്ടുന്ന അവസ്ഥ. പിന്നെ മൂന്നാമത്തെ എന്താണ്? മനസാ സേവ. ഇപ്പൊ എല്ലാവരും മനസാ സേവ ചെയ്യുന്നവരാണ്. അവർ അത് നടക്കത്തില്ല. മനസാ സേവ ബാബു പറയും. പക്ഷെ മനസ്സുകൊണ്ട് നമ്മൾ ലോകത്തിന് നേരെ നല്ലത് നല്ലത് വരട്ടെ, നല്ലത് വരട്ടെ, നല്ലത് വരട്ടെ എന്ന് സങ്കല്പിക്കും. ഏക് ഹേ വാണി ദ്വാര സേവ, ദൂസരി മനസാ സേവാ ബി വിശേഷം. അപ്പൊ ബാബു പറഞ്ഞു ഈ സേവനം ഒന്ന് വാച, 2 മനസ്സാണ്. നാലാമത്തെ എന്താണ്? ചൗദ യജ്ഞസേവ, കർമ്മണാസേവ, യജ്ഞത്തിലെ സേവ ചെയ്യും. അപ്പൊ പറഞ്ഞു ഈ വർഷം സമ്പത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി 4 കാര്യങ്ങളിൽ അണ്ടർലൈൻ ചെയ്യും. ഇതെല്ലാമാണ്. ഞാൻ മായുടെ പേര് പറഞ്ഞു, ബാക്കിലിരിക്കുന്ന മായുടെ പേര്
ഉഷ. അപ്പൊ എന്തെല്ലാം സേവ ചെയ്യണമെന്ന് പറഞ്ഞ ഉത്സാഹം വർദ്ധിപ്പിക്കാൻ ജീവിതത്തിലാണ് ഉത്സാഹം വേണം. ഉണർവ് ഉത്സാഹമുണ്ട്. ഭായിയുടെ പേര് ഞാൻ ഇടയ്ക്ക് മറവി ഇത്രയും അച്ഛനായി ശ്രീ പേര് മറന്നു ഭായി ഇടയ്ക്ക് വരുന്നുണ്ട്. ഇതാ ഇവഭായി എനിക്കല്ല ഓർമ്മ. പുതിയ ആളാണെങ്കിലും ഡെയിലി ക്ലാസ് എടുക്കുന്നൊരു ഓർമ്മ വരും. ഭായിയുടെ പേര് ഗോപിനാഥൻ തന്നെ, ശശിധരൻ ഭായി. ഫോണിലുണ്ട് പക്ഷെ മറന്നു. അപ്പൊ ശശിധരൻ ഭായി സദ ഉത്സാഹത്തിലാണ്. സദ ഉത്സാഹത്തിന് ഉത്സാഹം ഒരിക്കലും പറയാറില്ല. അവരുടെ ജീവിതത്തിന് വേണ്ട രണ്ട് ചിറക് വേണമെന്നുള്ളൂ. എന്താണ് അയ്യപ്പൻ രണ്ട് ചിറക് ചോദിക്കുന്നത്? എന്തിനാണെന്നറിയോ? ഇത് വായിച്ചു തീർത്താൽ മതി. പക്ഷെ എല്ലാവരും ഉറങ്ങിക്കാൻ ഉണർവ് ഉത്സാഹം. എന്ത് പറയണ എന്ത് വന്നാലും ഉണർവ് ഉത്സാഹം. നാരദന്റെ ഒരു സ്ഥലത്ത് പോകുമ്പോ ഒരാളിരുന്ന് തപസ് ചെയ്യാണ്. തപസ് ചെയ്ത് പുള്ളി കുറച്ച് ചതലായി. കളി ചോദിച്ചു, നാരദൻ അങ്ങോട്ടാ? ഞാൻ വൈകുണ്ഠത്തിൽ. അപ്പോഴേ എനിക്കൊന്ന് മുക്തി കിട്ടുന്നു ചോദിച്ചിട്ട് വരും. ചോദിച്ചിട്ട് വരാണ്. അപ്പൊ കുറച്ച് കഴിഞ്ഞ് പോയപ്പോ ഒരു ഭക്തൻ ഇങ്ങനെ ചപ്പളാങ്കട്ടൊക്കെ അടിച്ച് ഒരു മരുന്നിനെ കൊണ്ടിട്ട് ഭയങ്കര ഡാൻസ് പാട്ട് ചോദിച്ചു, അങ്ങോട്ടാ? വൈകുണ്ഠത്തിലേക്ക്. അപ്പൊ എനിക്കൊന്ന് മുക്തി കിട്ടുമെന്ന് ചോദിച്ചിട്ട് വരും. പിന്നെന്താ? ഒരാൾ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ അയാളുടെ ചെതൽപ്പെട്ട് കൂടിയിട്ടുണ്ട്. തപസ് ചെയ്ത്. അപ്പൊ ചോദിച്ചു, നാരദരെ എനിക്കൊന്ന് മുക്തി 4 ജന്മോടി കഴിഞ്ഞത്. ഭാരതത്തിലെ എപ്പം മോക്ഷമാണല്ലോ. 4 ജന്മോടി കഴിഞ്ഞാൽ നിനക്ക് മോക്ഷം ഉറപ്പായി. അയാളങ്ങ് നിരാശ ബാധിച്ചിട്ട് അയാൾ എഴുതി ഈ ചെതൽപ്പെട്ടൊക്കെ തട്ടിക്കളഞ്ഞു. ഇനി 4 ജന്മം അല്ലേ? അടുത്ത ആളുടെ എന്ന് ചെന്നു. അപ്പൊ പുള്ളി അപ്പോഴും പാട്ടൊക്കെ പാടി നടന്നു. ചോദിച്ചു, എനിക്കൊന്ന് മുക്തി കിട്ടുന്നായിരുന്നു നിനക്കാ? ഈ മരത്തിൽ എത്ര ഇലയുണ്ട്? ഒരു ആൽമരമുണ്ട്. ഈ മരത്തിൽ എത്രയുണ്ടോ? ഈ കുറേ ഉണ്ടല്ലോ. അത്രയും ജന്മം കഴിയും. അത്രേ ഉള്ളൂ. ഭയങ്കര പാട്ട്. എനിക്ക് അത്രയും ജന്മം കഴിഞ്ഞ മുക്തി കിട്ടും. അവരെ അശരീരി കഴിയും. അവരെ നിനക്ക് ഇപ്പോഴേ മുക്തിയാണ്. അപ്പൊ അതാണ് ഉത്സാഹം ജീവിതത്തിൽ. എന്ത് പ്രതിസന്ധി വന്നാലും അവർ ഉത്സാഹം പോകാതിരിക്കാനായിട്ട് പ്രതിസന്ധികളുടെ ഘോഷയാത്രയാണ് ജീവിതം. ബ്രാഹ്മണ ജീവിതത്തിലും പ്രതിസന്ധികൾ. ബാബ പറയാണ്, അമൃതവേള യോഗം എഴുന്നേറ്റെങ്കിലും ഇരിക്കും. മുരളി ഒരു കാരണവശാലും മുടങ്ങും. യോഗം മുടങ്ങിപ്പോകും. യോഗ ചെയ്താൽ ചിലപ്പോൾ ഒരു അനുഭവം ഉണ്ടാവും, ചിലപ്പോൾ ഡ്രൈ ആയി. പക്ഷെ മുരളി മുടങ്ങും. മുരളിയിലാണ് ഇഞ്ചക്ഷൻ തന്നോണ്ട്. അവർ സേവയും മുടക്കിയത്. എന്തെങ്കിലും സേവയും ചെയ്യുക. ഉത്സാഹം വർദ്ധിപ്പിച്ചു. അപ്പൊ ബാബ പറയുന്നത് ഈ 4 കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്ത് പഠിച്ചോ. എന്നിട്ട് ഒത്തിരി വിഷയം ഇനി സ്വല്പം കൂടെ ഉള്ളൂ. 10 മിനിറ്റ് കൂടി ഉള്ളൂ. സന്തോഷമായി പ്രേക്ഷ? സന്തോഷമായി. 10 മിനിറ്റ് കൂടി. ജഹാം ബി ഹോ ജിസ് ബി സേവാധൻ പർ ഹോ വഹ് സബ് സേവാസൻ. എവിടെയാണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും ഏത് സെന്റർ ആണെങ്കിലും ബാബ പറഞ്ഞു അത് യജ്ഞകുണ്ഠമാണ്. ഐസിനഹി സിർഫ് മധുബൻ യജ്ഞക്ക് അവർ ആപ്യസ്ഥാന യജ്ഞ. മധുബൻ യജ്ഞകുണ്ഡമാണ്, നമ്മുടെ സെന്ററിന് യജ്ഞകുണ്ഡമല്ല. അവർ അങ്ങനെ. तो यज्ञ सेवा अर्थात कर्मणा द्वारा कुछ न कुछ सेवा जरूर करनी चाहिए. ബാബു യജ്ഞസേവ എന്ന് പറഞ്ഞാൽ കർമ്മം കൊണ്ട് എന്തെങ്കിലും യജ്ഞസേവ ചെയ്യണം. ധാരാളം പേര് പരാജയപ്പെട്ടു പോകും. ഈ യജ്ഞത്തിൽ കണ്ടമാനമായി വരുന്നതിന് കാരണം കർമ്മണാസേവ ചെയ്യാത്ത. ബ്രഹ്മബാബ എല്ലാ സേവയും ചെയ്യുക. കല്ലുവറക്കാൻ, അരി നോക്കാൻ, അതിനിടയിൽ കൂടെ നടക്കും. അപ്പൊ 1 മണി അരി അവിടെ കിടക്കും പുറത്ത്. ആ കുട്ടികളുടെ 1 മണി അരി പോയി. നിങ്ങളുടെ അത്രയും പുണ്യം പോയിട്ട് കുട്ടികള് 4 ഭാവം നോക്കും. ഉപ്പിറ്റി. ഇതെന്താ ഉപ്പിറ്റിയിൽ ഇത്ര? നിങ്ങൾ ദേവതകളാകേണ്ടവരില്ല. നിങ്ങളുടെ കാലം കഴിയും വെള്ളം കുടിച്ചാൽ ഭക്തര് കിടപ്പിലായി പോകും. മര്യാദയ്ക്ക് കാലൊക്കെ കഴി കിടക്കണം. കർമ്മ സേവ എന്ന് പറഞ്ഞാൽ കാലം വൃത്തിയായിട്ടിരിക്കും. അപ്പൊ എന്താ ഈ മുഷിഞ്ഞ വസ്ത്രം? അപ്പൊ അവ നല്ലത് വെട്ടിക്ക് വെച്ചിരിക്കും. അത് ശരി, വെട്ടിക്ക് വെച്ചോണ്ടിരിക്കാനായിട്ട് ഇങ്ങനെ ഓരോ കാര്യത്തിലും കൂടെ നടന്ന് ബാബ പശു നോക്കുന്ന ആളുടെ അടുത്ത്. അപ്പൊ ഈ പശുവിന് കറവില്ലാത്ത പശുവിന് എത്ര നേരം കൊടുക്കും? 1 നേരം കൊടുക്കുന്നുണ്ടോ? കറവുള്ളതിന് 2 നേരം ആഹാരം കൊടുക്കും. അപ്പോഴേ ഈ കറവില്ലെങ്കിൽ, സേവ ചെയ്തില്ലെങ്കിൽ 1 നേരം ആഹാരം കഴിച്ചാൽ. അങ്ങനെ ബാബ കൂടെ നടന്ന് പഠിപ്പിക്കുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തുടക്ക സമയത്ത് എല്ലാവരും ഉണ്ടായിരുന്നു. ഇപ്പൊ ആരെയും നമുക്ക് മുകളിലുള്ള ആൾക്കാർ ആരെയും കാണും. ഈ കർമ്മണ രംഗത്ത് ആരും. അപ്പൊ ബാബർക്ക് എന്താണ് തണുപ്പ് ഡ്രൈ. അപ്പൊ ബാബ പറഞ്ഞു, ഈ പ്രായമുള്ള ദാദിമാർക്ക് 96 വയസ്സുള്ള ദാദിക്ക് ഇപ്പൊ അവിടെ നടക്കാൻ പറ്റും പഴയ പോലത്തെ? ഇല്ല. അത് നമ്മൾ അംഗീകരിക്കണം. അവർ കുറെ നടന്നിട്ടുണ്ട്.
ഇപ്പൊ 96 വയസ്സുള്ള ദാദി ഇതുപോലെ നമ്മൾ ആഹാരം പാചകം ചെയ്തിട്ട് വന്നോ എന്നൊക്കെ പറഞ്ഞാൽ നടക്കില്ല. പക്ഷെ അതിനുള്ളതുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ തന്നെ ഉത്സാഹപ്പെടുത്തിയത് യജ്ഞമാണ്, ബാബയുടെ യജ്ഞമാണ്. കർമ്മണ സേവ ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റുന്നറിയാം? അവർ കർമ്മണ സേവ ചെയ്തതിന് ഉറപ്പാണ് അഹങ്കാരം. ഉറപ്പുള്ളൊരു കാര്യം, ആദരവുണ്ടാകും. ഇപ്പൊ എല്ലാവർക്കും ഒരു എന്താണ്, ഇങ്ങനെ ഞാൻ മീറ്റിംഗ്, ഞാൻ പ്ലാനിങ് ആണല്ലോ, ഒരു മൊബൈൽ കൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുക, ഒരു പേനയെ കുറിച്ച് ടിപ്പ് ടോപ്പ് ആയിട്ട് ഞാൻ പ്ലാനിങ് കമ്മിറ്റി, പ്ലാനിങ് മാത്രം അവിടെ പാചകം ചെയ്യും. പൗർണം ഭേദചിന്ത വരും. ഭേദചിന്ത ഒരിക്കലും വരാൻ പാടില്ല. ഇതൊക്കെ കർമ്മം ചെയ്താലേ പോകും, അല്ലാണ്ട് പോയില്ല. അതുകൊണ്ട് ബാബ പറയാണ്, യജ്ഞത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്തെങ്കിലും സേവ ചെയ്യണം. ബാബ്ദാദ കപ്പെ സേവാക്കെ 3 പ്രകാരത്തെ ഘാത്തെ സബ്കെ ജമാ ഹോത്തെ. എല്ലാ കുട്ടികളുടെയും 3 പ്രകാരത്തിൽ ചെയ്ത സേവനത്തിന്റെ കണക്ക് എന്റെ അടുത്ത് ഇരിപ്പുണ്ട്. മനസ വാച ഔർ കർമ്മണ, തൻ മൻ ഔർ ധൻ. മനസ വാച കർമ്മണ, ശരീരം മനസ്സ് ധനം എത്ര ഉപയോഗിച്ചു യജ്ഞത്തിൽ? कई ब्राह्मण सोचते हम तो धन से सहयोगी नहीं बन सकते, सेवा नहीं कर सकते क्योंकि हम तो समर्पण. ചില സമർപ്പണം ചെയ്ത സഹോദരിമാര് ചില സഹോദരങ്ങൾ ചിന്തിക്കുകയാണ്, നമ്മൾ ഇതിൽ സമർപ്പണം ചെയ്തല്ലോ, നമുക്ക് വരുമാനമൊന്നുമില്ലല്ലോ, പിന്നെ നമ്മൾ എന്ത് സേവ ചെയ്യും? ധനം കൊണ്ട് എന്ത് സേവ? ധൻ കമാത്തേ ഹി നഹീ തോ ധൻ സേ സേവ കൈസേ കരേംഗി. എനിക്ക് ധനമേ ഇല്ല, പിന്നെ ഞാൻ എങ്ങനെ ധനം കൊണ്ട് സേവ ചെയ്യും? ലേക്കിൻ समर्पण आत्मा अगर यज्ञ के कार्य में इकोनॉमी करती और अपने अटेंशन से, तो जैसे धन की इकोनॉमी की वह इकोनॉमी वाला धन अपने नाम में जमा होता. ഇത് സൂക്ഷ്മത. അവർ അങ്ങനെ വരുമാനമില്ലാത്തവര് യജ്ഞത്തിൽ മിതവ്യയം പാലിക്കണം, എക്കണോമി പാലിക്കണം. അപ്പം അമ്മയും അന്നുണ്ടായിരുന്ന സമർപ്പണ സഹോദരന്മാരിൽ ഭൂരിഭാഗം പേർ 5 പൈസ കഴിഞ്ഞു. ബ്രഹ്മബാബ കോടീശ്വരൻ. ധാരാളം പേര് യജ്ഞത്തിൽ വന്നപ്പോൾ അവരുടെ ഇഷ്ടം പോലെ ധനം. അപ്പം അമ്മയുടെ അടുത്ത് ഒറ്റ പൈസ ഇല്ല. അമ്മയുടെ അച്ഛൻ നേരത്തെ ബുദ്ധിമുട്ടുകൊണ്ട് മരിച്ചു, സാമ്പത്തിക പ്രശ്നം കൊണ്ട്. അപ്പൊ ധാരാളം, അപ്പൊ അവര് ബാബ അമ്മ ഞങ്ങൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും, നമ്മുടെ അടുത്ത് പൈസ ഇല്ല. അപ്പം അമ്മ പറയുന്നത്, ആ ഫാൻ അവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്, ഒരു കാര്യമില്ലാണ്ട് അതങ്ങ് ഓഫ് ചെയ്ത് ആ കറണ്ടിന്റെ ലാഭം നിങ്ങളുടെ അക്കൗണ്ടിൽ വരും. പിന്നെ നിങ്ങൾ സാധനം മേടിക്കാൻ പോകുമ്പോഴേ അവർ പറയും 1 രൂപ എന്ന് പറയും, അതൊരു 90 പൈസയ്ക്ക് ഒന്ന് ബാർഗൈൻ ചെയ്ത് മേടിക്കും, 10 പൈസ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക്. അപ്പൊ യജ്ഞത്തിൽ മിതവ്യയം പാലിക്കുമ്പോൾ, യജ്ഞത്തിൽ വേസ്റ്റ് ഒഴിവാക്കുമ്പോൾ ബാബ പറയാണ്, അത് നിങ്ങളുടെ ധനസേ സേവനം പഠിക്കുക. ഈ ബ്രഹ്മബാബ എങ്ങനെ നമ്പർ 1 ആയി? ബ്രഹ്മബാബയുടെ പൈസയാണ് ഇതിന്റെ ആധാരം. പക്ഷെ ഒരു ചില്ലി പൈസ അങ്ങേ ഈ യജ്ഞത്തിൽ വന്നതിന് ശേഷം തന്റെ പേഴ്സണൽ കാര്യത്തിന് ഉപയോഗിക്കും. പേഴ്സണൽ കാര്യത്തിന് ആഹാരമൊക്കെ ഉണ്ട്, ഡ്രസ്സ് പോലും കയറിയത്. അത് എനിക്ക് ലാവിഷായിട്ട് ഒന്നും വേണ്ട. 2 ചപ്പാത്തി അതിൽ കൂടുതൽ കഴിക്കത്തില്ല. നമ്മളാണെങ്കിൽ മടൂര് പോയ ഞാൻ 1500 രൂപ യജ്ഞത്തിന്റെ സിസ്റ്ററിന്റെ അടുത്ത് മേടിച്ചു. അവർക്ക് 10 ചപ്പാത്തി വരും. അവിടെ ചെന്ന് അവിടെ 4 ചപ്പാത്തി, 2 ചപ്പാത്തി അവിടെ ചെല്ലും. പിന്നെ അവിടെ ചെല്ലുമ്പോൾ 3-4 ചായ കുടിക്കും. അവിടെ ആരും ചോദിക്കാൻ പറയാനില്ല, ആർക്കും എനിക്ക് ചിലർ അങ്ങനെയുണ്ട്. എനിക്കങ്ങ് അടിച്ചേക്കാൻ തീരുമാനം, യജ്ഞത്തിൽ പൈസ കൊടുക്കരുത്. പുറത്ത് യജ്ഞത്തിന് 2000 രൂപ നമ്മൾ അവിടെ പറഞ്ഞിട്ടില്ല, പക്ഷെ ഇവിടുന്ന് മേടിച്ചു കൊടുക്കും. കാരണം ഒരാഴ്ച താമസിക്കുന്നതൊക്കെ ഉള്ളു, അത് കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് പലർക്കും. പക്ഷെ അവിടെ നിന്ന് ഒരു 10,000 രൂപ സാധനം മേടിച്ചു പുറത്ത് പോയി അത് നോക്കാൻ നമ്മൾ. അപ്പൊ ബാബ പറയാണ്, ഇതൊരു സൂക്ഷ്മ കണക്ക്. അഗർ കൊയ് നുക്സാൻ കർത്താത്തോ ഘാത്തമേ ബോജം. യജ്ഞത്തിലെ ഏതെങ്കിലും സാധനങ്ങൾ നശിപ്പിക്കുകയാണെങ്കിൽ ബാബ പറയാണ്, അത് നിങ്ങൾക്ക് ഭാരം, അത് ഭാരം വരും. എക്കണോമി കർത്തേത്തോ ധൻസേ ധൻകെ കാത്തേമേ ജമാ ഹോത്ത. എന്നാൽ മിതവ്യയം പാലിക്കുകയാണെങ്കിൽ അത് ധനത്തിന്റെ കണക്കിൽ വരും. യജ്ഞക്ക ഏക്ക് കണ മുഹരെ സമാനം. യജ്ഞത്തിലെ ഓരോ ചില്ലി പൈസ ബാബ പറഞ്ഞ സ്വർണ്ണ നാണയത്തിന് സമാനം. अगर यज्ञ की दिल से इकोनॉमी करते हैं तो उसकी मुहरे इकट्ठी होती रहे. അതുകൊണ്ട് ഹൃദയപൂർവ്വം മിതവ്യയം പാലിക്കുകയാണെങ്കിൽ എത്ര പൈസ നമ്മൾ ആ രീതിയിൽ വ്യയം ചെയ്യുന്നതിൽ നിന്നും നമ്മൾ രക്ഷപ്പെടുത്തി, അത്രയും സ്വർണ്ണ നാണയങ്ങൾ നിങ്ങളുടെ പേരിലാണ്. दूसरी बात, अगर समर्पित आत्मा सेवा द्वारा दूसरों के धन को सबल कराती है तो उसमें से उसका भी शेयर जमा होता. രണ്ടാമത്, സമർപ്പണം ചെയ്ത ആത്മാവ് വേറൊരാള് ജ്ഞാനം കൊടുത്ത് യജ്ഞത്തിൽ കൊണ്ടുവന്നിട്ട് ആ ആള് ധനസേ സേവ ചെയ്തു, അവർ അതിനൊരു ഷെയർ തരും. 100 രൂപ പിള്ളേർ വേറെ കാര്യത്തിൽ മുടക്കേണ്ടത് അമ്മയും അച്ഛനൊക്കെ ജ്ഞാനത്തിലുണ്ട്, അവർ പറഞ്ഞിട്ട് ബാബയുടെ കാര്യത്തിൽ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ 100 രൂപ മോന്റെ, അവൻ ജോലി ചെയ്തുണ്ടാക്കിയില്ല, അവന് 100 രൂപയുടെ അക്കൗണ്ടിൽ, പക്ഷെ നമുക്കൊരു കമ്മീഷൻ കിട്ടും.
ആ 100 രൂപ യജ്ഞത്തിൽ ചെലവഴിപ്പിച്ചതിന്റെ ഒരു കമ്മീഷൻ ബാബ പറഞ്ഞു അതിന് നിമിത്തമായ ആത്മാവിന് കിട്ടും. അപ്പൊ ബാബ പറഞ്ഞു അങ്ങനെ ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കും. इसलिए सभी का 3 प्रकार का घात, അതുകൊണ്ട് എല്ലാവർക്കും 3 പ്രകാരത്തിലുള്ള കണക്ക്. तीनों घाते की പെർസെന്റേജ് अच्छी होनी चाहिए. അതുകൊണ്ട് പറഞ്ഞു മനസ്സ വാച കർമ്മണ, ശരീരം മനസ്സ് ധനം, ഈ 3 പ്രകാരത്തിൽ ബാബ പറയാണ് നല്ല കണക്കായിരിക്കണം. അപ്പൊ ഈ സമയത്തെ ഹം തോ വാച സേവാമേ ബഹുത് ബിസി രഹും. ചിലര് വിചാരിക്കാനും ഞങ്ങൾക്ക് കോഴ്സ് എടുക്കാനും പ്രഭാഷണത്തിന് മാത്രമേ സമയമുള്ളൂ, ഞങ്ങൾ അതിൽ വളരെ ബിസിയാണ്. ഹമാരി ഡ്യൂട്ടി വാചാക്കി, ഞങ്ങൾക്ക് ഈ വാച സേവനത്തിന് ഡ്യൂട്ടി ഉള്ളൂ, യജ്ഞത്തിൽ അതേ തന്നിട്ടുള്ളൂ. പിന്നെ നോക്കു തുടക്കുക അതൊക്കെ വേറെ ആരെങ്കിലും ചെയ്തോളൂ, അത് നമുക്ക് പറ്റില്ല. മനസ്സ അവർ കർമ്മണാമേ പെർസെന്റേജ് കം ഹോത്തി, അവർക്ക് ഇരുന്ന് കുറച്ചേരം യോഗ ചെയ്യാനും സമയമില്ല. അപ്പൊ മനസ്സാ സേവനത്തിന്റെ കുറയുന്നു, കർമ്മണാ സേവനത്തിന്റെ കുറയുന്നു. ലേക്കിൻ യഹ്ബി ബഹാന ചലക, അപ്പൊ ഇതൊന്നും നടക്കത്തില്ല. കണക്ക് എന്റെ കണക്ക് ആക്കുറയില്ല. അപ്പൊ അവർ അവിടെ ഇതൊന്നും നിങ്ങൾ വർത്താനം നടക്കത്തില്ല. വാണി കെ സമയ അഗർ മനസ്സ അവർ ബാജാക്കി ഇക്കട്ടി സേവ കരത്തൊക്കെ റിസൾട്ട് ഹോ. ബാബ പറഞ്ഞ ഈ സംസാരിക്കുന്ന സമയത്ത്, ക്ലാസ് എടുക്കുന്ന സമയത്ത് ബാബ പറഞ്ഞ മനസ്സാ സേവയും കൂടി ചെയ്യാൻ പറ്റും. ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചെയ്താൽ റിസൾട്ട് എന്തായിരിക്കും? മനസ്സ അവർ ബാജ ഇക്കട്ടി സേവ ഹോ സക്തി ഹി. മനസ്സ ബാജ സേവ ഒരുമിച്ച് നടക്കും. നമ്മൾ ഒരാൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ എല്ലാ ആത്മാവായിട്ട് കണ്ടാൽ മതി. മനസ്സിൽ പറയണം ഇയാൾ ഈ ജ്ഞാനം കൊണ്ട് ഇയാളുടെ മദ്യപാനുണ്ടെ അത് നിർത്തണം, ഇയാൾക്ക് കുറച്ച് സമാധാനം കിട്ടും. ഇത് മനസ്സിൽ സങ്കല്പം കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. ഡ്രാമയിലുള്ളവരെ വരുള്ളൂ, അത് വേറെ കാര്യം. പക്ഷെ നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ഈ ജ്ഞാനം കൊണ്ട് ഇയാൾക്ക് ഒരു ഭാഗ്യം ഉണ്ടാവും, ഇയാളുടെ വീട്ടിൽ കുറച്ചുകൂടി സമാധാനം ഉണ്ടാവും. അവർ ഇത് മനസ്സുകൊണ്ട് കൊടുക്കാൻ പറ്റും. അത് വെറുതെ ആളുകൾ വരുന്നു, അവർക്ക് കോഴ്സ് എടുക്കൊണ്ടിരുന്ന അവർ അതുകൊണ്ട് എന്താ കാര്യം? അവർക്കൊരു നല്ല ഭാവന കൊടുക്കട്ടെ. ലേക്കിൻ വാച സഹജകെ മനസ്സാമ്യം അക്ഷൻസ് എന്തായിരിക്കും? പക്ഷെ അവർ വാക്ക് പറയാൻ എളുപ്പമാണ്, ക്ലാസ് കൊടുക്കാൻ എളുപ്പമാണ്. മനസ്സിന്റെ കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കേണ്ടവർ കുറച്ചും കൂടി നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത്. इसलिए वाजा का तो जमा हो जाता, लेकिन മനസ്സാ का खाता खाली रह जाता. അതുകൊണ്ട് വാക്കിന്റെ കാര്യത്തിൽ സമ്പാദ്യമുണ്ട്. വാക്കുകൾ കൊണ്ട് കുറെ സേവ ചെയ്തു, പ്രദർശിനി പറഞ്ഞു കൊടുത്തു, പ്രഭാഷണം ചെയ്തു, കോഴ്സ് എടുത്തു കൊടുത്തു, ശിബിരം നടത്തി, അതിന് സമ്പാദ്യമുണ്ട്. പക്ഷെ മനസ്സിന്റെ കാര്യത്തിൽ കണക്കിൽ ഒട്ടുമില്ല. ഓളി ചെല്ലുമ്പോഴേ കണക്കൊന്നും നമ്മൾ വിചാരിക്കുന്നത് വെറുതെ അങ്ങ് തരണം, അവർക്ക് വെറുതെ ഒക്കെ തരാൻ പറ്റും. ആ ഒരു വാജാമേൻ തോ ബാപ്പ് സേ ബി സബി ഹോഷിയാർ, അത് നമുക്ക് എല്ലാവർക്കും കൊണ്ടിട്ട് അവർ കൊണ്ടുതരാണ്. ഈ എല്ലാവരും ഇപ്പൊ അവരുടെ വാക്കിന്റെ കാര്യത്തിൽ നിങ്ങൾ ബാബയെക്കാളും എടുക്കണം. ദേഹോ ആജുകൾ ബെടി ദാദിയം സത്യ ഭാഷ ചോട്ടെ ചോട്ടെ. നമുക്ക് ബാബ പറയാണ് ഇക്കാലത്ത് ദാദിമാരെക്കാളൊക്കെ പ്രഭാഷണം കൊച്ചു കൊച്ചു പെൺകുട്ടികൾ ചെയ്യുന്നു. ക്യോങ്കി നോബിളിടുകയാണ്, പുതുരക്തമല്ലേ. പല ആകെ ജാവോ ബാബ്ദാദ അവർ നന്നായിട്ട് പ്രഭാഷണം ചെയ്യും, നന്നായിട്ട് സംസാരിച്ചു, ബാബയ്ക്ക് വളരെ സന്തോഷമുള്ള. ലേക്കിൻ മനസ്സാക്കാ ഘാത കാര്യം, പക്ഷെ മനസ്സിന്റെ കണക്ക് വളരെ കുറവ്. ഹർ ഘാത്തേക്ക് 100 മാർക്ക്. ഓരോന്നിനും ബാബ പറഞ്ഞു മനസ്സ്, വാക്ക്, കർമ്മം, ധനം, ശ്വാസം, സമയം, ഓരോ 100 മാർക്ക്. ഈ 100 മാർക്കിലേക്ക് എത്ര കിട്ടും? വാചാ സേവയിൽ എത്ര പേർക്ക് നമ്മൾ പ്രദർശിച്ചു വന്നു? എത്ര പേർക്ക് നമ്മൾ നോട്ടീസ് ഉണ്ട്? ഒരു കണക്കെടുക്കും. വർഗത്തിന് പാടില്ല. നമ്പർ വാർ പദവിക്ക് ആധാരം എന്താണ്? സംഗമത്തിൽ ചെയ്തതാണ്. എന്റെ ശരീരം കൊണ്ട് ഞാൻ എത്ര യജ്ഞസേവ ചെയ്തു, എത്ര വീട്ടിൽ സേവ കണക്കെടുക്കും. ഞാൻ സേവ ചെയ്തു, 10 രൂപയുടെ സേവ ചെയ്തു, 20 രൂപയ്ക്ക് ആഹാരം കഴിച്ചു, മൈനസാണ് പ്ലസ് ആണ്. 10 രൂപയ്ക്ക് ഞാൻ യജ്ഞസേവ ചെയ്തു, 20 രൂപയുടെ ആഹാരം യജ്ഞത്തിൽ കഴിച്ചു. കണക്കെടുക്കുന്നത് എല്ലാത്തിനും കണക്കുണ്ട്. അപ്പൊ ഹട്ടി സേവ 20 രൂപയുടെ സേവ ചെയ്തിട്ട് 1 രൂപയ്ക്ക് ആഹാരം കഴിക്കാൻ 10 രൂപ അക്കൗണ്ടിൽ. വാജ എല്ലാവർക്കും ഞാൻ ബാബയുടെ ജ്ഞാനം കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ചെയ്യേ. ബാബ പറയാണ് ധാരാളം പേര് സ്ഥൂല സേവനം ചെയ്യുന്നില്ല. കർമ്മണ അർത്ഥാൽ സംഘടനമേ സംബന്ധ സമ്പർക്കമേമാണ്. ഈ കർമ്മണ സേവ എന്ന് പറയുമ്പോൾ അതിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടിയുണ്ട്, സംബന്ധ സമ്പർക്കത്തിൽ ഭാരം. അവർ വീട്ടിലിരിക്കാൻ ആളാണ്. എല്ലാവരും മഹാനാവുന്നത് ആരുടെ അറിയാം? എല്ലാവരും മഹാനാവും. നമുക്കൊരു ഇത്തിരി ഭേദമുള്ള വലിയ കുഴപ്പമില്ലാത്ത ഒരു ഭാര്യയെ കിട്ടിയാണ് അവർ പറയും എന്റെ ഭർത്താവ് ലോകത്തിലെ ഭയങ്കര മഹാൻ. അവരാണ് ഏറ്റവും വലിയ ചതിയൻ സ്ത്രീ, ആ പുരുഷനെ നശിപ്പിക്കുന്നത്. നിങ്ങൾ പോയി മര്യാദയ്ക്ക് യജ്ഞസേവ ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ പോയി കുറച്ച് നാട്ടിന്റെ കാര്യം ചെയ്യും. ഈ പരിക്കത്തിരുന്ന് വലിയ ആളായിട്ട് എന്താണ് കാര്യം? ഒരാൾ ഭയങ്കര ഒരു യോദ്ധാവുണ്ട്, അപ്പൊ അയാള് അടിയും കൊണ്ട് പരിക്കാൻ ദിവസം കയറും. അപ്പൊ ഭാര്യ ചോദിച്ചു അതെന്താ നിങ്ങൾക്ക് ഇത്രയും വലിയ യോദ്ധാവായിട്ട് അടി കൊണ്ട്? ഒരു നിലത്തിട്ടല്ല എന്നെ അടിച്ചു, മുകളിലിട്ട് അടിച്ചു. നിലത്തിട്ടടിച്ച് എനിക്ക് എന്തെങ്കിലും ചെയ്യായിരുന്നു, മുകളിലിട്ട് അടിച്ചു.
അപ്പോ ഈ യജ്ഞത്തിൽ അങ്ങനെയാണ്, ധാരാളം സംബന്ധ സമ്പർക്കത്തിന് വരസ്ഥിതികളുണ്ട്. അതിന്റെ ഇടയ്ക്ക് നമ്മൾ സേവ ചെയ്യും. പലരും ഉണ്ട്. അവർ മിടുക്കനായിട്ട് വീട്ടിലിരിക്കാൻ നല്ലത്. ബാബ പറയാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ ഒന്നും വന്നിട്ടില്ല കേട്ടോ. और कईयों में ये 3 बातें बहुत फर्क है, वे खुश होते रहते, हम बहुत सेवा कर बहुत अच्छी. വേറെ പലരുടെയും അക്കൗണ്ടിൽ ഒന്നുമില്ല, മനസ്സുമില്ല, വാക്കുമില്ല, കാണും. ഭയങ്കര സന്തോഷത്തിൽ, സ്വയം സന്തോഷത്തിൽ നടക്കാം. ഞാൻ ഭയങ്കര സേവ ചെയ്തു എന്ന് പറഞ്ഞ് നടക്കാം. ഞാൻ വളരെ നല്ല ആളാന്ന് പറഞ്ഞ് നടക്കാം. വിശ്വലെ രഘു ലേക്കിൻ ഘാത്ത കാലി പിന്നെ സന്തോഷമായിട്ടിരുന്നു. പക്ഷെ ബാബ പറഞ്ഞു ഈ കണക്ക് കാലിയാക്കരുത്, കണക്കിൽ എന്തെങ്കിലും ഉണ്ടാവും. എന്തുകൊണ്ടെന്നാൽ ക്യോങ്കി ബാബ്ദാദോ എന്തുകൊണ്ടാണ് ബാബ ഇങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടെന്നാൽ ബാബ പറയാണ് എനിക്ക് കുട്ടികളോട് സ്നേഹമുള്ളത് കൊണ്ടാണ് പറയുന്നത്. മനസ്സ വാച കർമ്മണ യജ്ഞസേവ ചെയ്ത് ഭാഗ്യമുണ്ട്. ഇത് കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കാൻ എളുപ്പം. പക്ഷെ എന്റെ അക്കൗണ്ടിലൊന്നുമില്ല. സേവയ്ക്ക് വിളിച്ചാലേ ഞാൻ വരത്തില്ല, പാവം വേണ്ട. പക്ഷെ ലാസ്റ്റ് നോക്കുമ്പോഴും ലാസ്റ്റ് അവിടെ പോയി നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അവർ അവിടെ വക്കീലുകൾ ജഡ്ജിയില്ല, നമ്മൾ മാത്രം. ഒരു ഐസ ഉലന നഗീൻ ദേന നമുക്ക് ഇഷാര ബി നഗീൻ ചെയ്യാം. അവർ നാളെ എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞേക്കരുത്, പരാതി പറഞ്ഞേക്കരുത്, ഇതൊന്നും ബാബ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ബാബ പറയാണ് ഇതൊക്കെ ഉണ്ടാവും, നിങ്ങൾ എന്റെ അടുത്ത് പരാതി പറയും. ഉസ് സമയം ബാബ്ദാദ ഏത് പോയിന്റ് യാത് കരായിക, ഞാൻ ഈ ക്ലാസ് കേൾപ്പിച്ച കാര്യം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ സമയം ഞാൻ ഇതൊക്കെ പറഞ്ഞു തന്നു. ടി വി മേ ചിത്ര സ്ഥാപന ആ ജായക, അവർ ടി വി ഞാൻ കാണിച്ചു തരും, ഞാനിത് പറഞ്ഞിട്ടില്ല എന്ന്. ഞാൻ ബ്രാഹ്മണർക്ക് എല്ലാ കാര്യവും പറഞ്ഞു. इसलिए इस वर्ष सेवा भले बहुत करो, लेकिन ഇത് तीनों प्रकार के खाते और चारों प्रकार की सेवा साथ साथ. അതുകൊണ്ട് ഈ വർഷം സേവ ചെയ്യുമ്പോൾ ബാബ പറഞ്ഞു 4 പ്രകാരത്തിലുള്ള കണക്ക് വർദ്ധിപ്പിച്ചോളണം, 3 പ്രകാരത്തിലുള്ള സേവയും വർദ്ധിപ്പിച്ചോളണം. എന്തെല്ലാമാണ് കണക്ക്? ബാബ പറഞ്ഞു സ്വസേവ, വിശ്വസേവ, യജ്ഞസേവ, മനസാസേവ. പിന്നെ ബാബ എന്ത് പറഞ്ഞു? മനസാ വാച, ധാനം കൊണ്ട് സേവ ചെയ്യും. വാചാക്ക തരവ് ഭാര്യ ഹോ ജായേ, മനസാ തഥാ കർമ്മണ ഹൽക്കാ ഹോ ജാതാ ഹോ. പറഞ്ഞു വാക്കുകൾ കൊണ്ട് കണ്ടമാനം സേവ ചെയ്തു, പക്ഷെ മനസ്സിന്റെ കാര്യത്തിലും കർമ്മത്തിന്റെ കാര്യത്തിലും ഒന്നുമില്ല. അപ്പൊ എന്താവും? ബാലൻസിനൊക്കെ സന്തുലനം ഉണ്ടാകും. ബാലൻസ് രഹനയ്ക്ക് കാര്യം ഉമംഗ് ഉത്സാഹവും നീചവും കുറവുണ്ടാകും. ബാലൻസ് ഇല്ലെങ്കിൽ ഉത്സാഹവും കുറഞ്ഞു. അല്ലെ, നമ്മൾ ഈ കർമ്മണ സേവ ചെയ്യാണ്ട് നോക്കി നമ്മൾ വെറുതെ വാചാ സേവ ടിപ് ടോപ്പ് ആയിട്ട് നടത്തും, ഉത്സാഹം ഉണ്ടാകും, ആരോഗ്യം ഉണ്ടാകും. ഉത്സാഹം വരണമെങ്കിൽ ബാബ പറഞ്ഞു ഇനി വാചാ സേവ ചെയ്യില്ല. നമ്മുടെ പാലക്കാട് ഒരു ബായി ഇപ്പൊ സെന്റർ നടത്തും. ബായി അടുക്കളയിലെല്ലാം, അടുക്കള ഇൻചാർജ്. ഞാനാ ബായോട് പറഞ്ഞു ബായി നല്ല കാര്യമാണ്, യജ്ഞസേവ ചെയ്യുന്ന നല്ല കാര്യം, പക്ഷേ കോഴ്സ് എടുക്കാൻ പറ്റുന്ന കോഴ്സ് എടുക്കാം. ബാക്കി ഇതിന് ഡ്രൈവിംഗ് പഠിച്ചു, അതുകൂടി ഉപയോഗിച്ചു. അപ്പൊ ബായി അത് പതുക്കെ കോഴ്സ് എടുക്കാൻ തുടങ്ങി. അപ്പൊ സിസ്റ്റേഴ്സ് ഉണ്ടല്ലോ, അതിനിടയിലും കോഴ്സ് എടുക്കാൻ തുടങ്ങി. ഇത്തിരി മുരളി വായിക്കാൻ പഠിച്ച്, ഇത്തിരി പ്രഭാഷണം പഠിച്ച്, വലിയ ആളൊന്നും ആവണ്ട, ഒരു ഇത്തിരി പ്രദർശിനി പറയാൻ പഠിച്ചു. അല്ലെ, ഇത്തിരി നമ്മുടെ ഒരു ചെറിയ അത്യാവശ്യം വേണ്ടി പ്രഭാഷണം ചെയ്യാൻ പഠിച്ചു. കർമ്മണ സേവ കിട്ടുന്നത് മുഴുവൻ ചെയ്യും. അവർ സന്തോഷമായിട്ട് പോകും, സമ്പാദ്യം ഇഷ്ടം പോലെ. അതുകൊണ്ട് ബാബ പറയാണ് ബാലൻസ് ഇല്ലെങ്കിൽ ജീവിതത്തിൽ സുഖം ഉണ്ടാവില്ല. एक तो अटेंशन रखना, लेकिन बाप दादा बार बार कहते अटेंशन को टेंशन में नहीं बदल. ഈ കാര്യത്തിലൊക്കെ ശ്രദ്ധ കൊടുക്കും. പക്ഷെ ബാബ എപ്പോഴും പറയാറുണ്ട് അറ്റൻഷൻ ടെൻഷൻ ആയിട്ട് മാറും. കൈ ബാർ അറ്റൻഷൻ കോ ടെൻഷൻ ബനാ ദേത്തെ, പലപ്പോഴും കുട്ടികൾ അറ്റൻഷനെ ടെൻഷൻ ആക്കാറുണ്ട്. അങ്ങനെ ആകരുത്. സഹജ് ഔർ നാച്ചുറൽ. ജീവിതം എപ്പോഴും എന്തായിരിക്കും? സഹജമായി, നാച്ചുറൽ ആയി. डबल लाइट स्थिति में नेचुरल अटेंशन होती है. डबल लाइट स्थितिയിലാണ് नेचुरल अटेंशन. अच्छा, सदा अपने चेहरे और चलन में पवित्रता की रूहानियत की चमक वाले, सदा हर कदम में ब्रह्मचारी श्रेष्ठ आत्माएं, सदा अपने सेवा के सर्व घातों को भरपूर रखने वाले, सदा दिल से अपनी उन्नति का दृढ़ संकल्प करने वाले, सदा स्व उन्नति प्रति स्वयं को नंबर 1 आत्मा निमित्त बनाने वाले, ऐसे बाबा के प्यारे और विशेष ब्रह्मा माम के प्यारे आज माम का दिन मनाया है ना, तो ब्रह्मा माम के रास दुलारे बच्चों को ब्रह्मा माम की और विशेष बाप की दिल से याद प्यार और नमस्ते. ബാബ മൂല്യം മൊത്തം സംഗ്രഹിച്ച് ഒറ്റ വാക്കിൽ അവസാനം ഇതുവരെ പറഞ്ഞ എല്ലാ പോയിന്റും ഒക്കെ ഉണ്ടാവും. സദാ തന്റെ പെരുമാറ്റത്തിലൂടെയും മുഖത്തിലൂടെയും പവിത്രതയുടെ ആത്മീയതയുടെ തിളക്കമുള്ള, തന്റെ മുഖത്തിലൂടെയും പെരുമാറ്റത്തിലൂടെയും ആത്മീയതയുടെയും പവിത്രതയുടെയും തിളക്കം കാണിക്കുന്ന, സദാ ഓരോ ചുവടിലും ബ്രഹ്മചാരി ആയിരിക്കുന്ന ശ്രേഷ്ഠ ആത്മാക്കൾക്ക്, ബ്രഹ്മചര്യത്തിനോടൊപ്പം ബ്രഹ്മചാരി ആയിരിക്കുന്ന ശ്രേഷ്ഠ ആത്മാക്കൾക്ക് സദാ തന്റെ സേവനത്തിൽ എല്ലാ കണക്കുകളും നിറയ്ക്കുന്നു. മനസ്സാ വാച കർമ്മണ, ശരീരവും മനസ്സും ധനവും ബാബ പറഞ്ഞു എല്ലാ വിധത്തിലും സമ്പാദ്യം നിറയ്ക്കുന്ന
സദാ ഹൃദയപൂർവ്വം തന്നെ ഉന്നതിക്കുള്ള ദൃഢസങ്കല്പം എടുക്കും. ഞാൻ ആ മേക്കപ്പ് ചെയ്യണം, ഉന്നതി ഉണ്ടാക്കണമെന്ന് ദൃഢസങ്കല്പം എടുക്കുന്ന, സദാ സ്വ ഉന്നതി, ബാബ പറയണം, സ്വ ഉന്നതിയുടെ കാര്യത്തിൽ സ്വയം നമ്പർ 1 ആത്മാവ് നിമിത്തമാകുന്ന, നമ്പർ 1 ആകാൻ നിമിത്തമാകുന്ന, ബാബയുടെ അതീവ പ്രിയപ്പെട്ട, വിശേഷമായും ബ്രഹ്മാവാകുന്ന അമ്മയ്ക്ക് പ്രിയപ്പെട്ട, ബ്രഹ്മബാബയുടെ ഓമനകളായ കുട്ടികൾക്ക് ബ്രഹ്മാവാകുന്ന അമ്മയുടെയും ശിവബാബയുടെയും ഹൃദയപൂർവമായ സ്നേഹസ്മരണയും वरदान। फॉलो फादर करते हुए सबूत बन, हर कर्म में सबूत देने वाले सफलता स्वरूप। ഫോളോ ഫാദർ ചെയ്തുകൊണ്ട് ഫോളോ ഫാദർ ചെയ്ത് സുപുത്രനായി മാറി സബൂത്ത് തെളിവ് നൽകുന്ന സഫലതാ സ്വരൂപമായി ഭവിക്കും. ഫോളോ ഫാദർ ചെയ്തുകൊണ്ട് സുപുത്രനായി മാറി ഓരോ കർമ്മത്തിനും തെളിവ് നൽകുന്ന സഫലതാ സ്വരൂപരായി ഭവിക്കും. എന്റെ വിശദീകരണം, ആരാണോ ഫോളോ ഫാദർ ചെയ്യുന്ന കുട്ടികൾ അവർ സമാനമായി, ഒരാളെ ഫോളോ ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് സമാനം. എന്തുകൊണ്ടെന്നാൽ അവരുടെ ഓരോ ചുവടും അച്ഛന്റെ ചുവടിലാണ് വെച്ചത്. ബ്രഹ്മബാബയുടെ ചുവടിന്മേൽ ചുവട് വെച്ച് പോയിക്കൊണ്ടിരിക്കും. ആരാണോ ഓരോ കർമ്മത്തിലും പ്രൂഫ് കൊടുക്കുന്നത്, തെളിവ് കൊടുക്കുന്നത്, അവരെയാണ് ബാബ സുപുത്രൻ. നമ്മുടെ ഓരോ കർമ്മത്തിലും പറ്റുന്നുള്ളൂ ലോകഹിതാർത്ഥം യജ്ഞസേവാ പദ്ധതി, അവരെയാണ് ബാബ സുപുത്രൻ എന്ന് വിളിക്കുന്നത്. സുപുത്രൻ എന്നാൽ സദാ ബാബയുടെ ശ്രീമത്താകുന്ന കൈയിന്റെയും കൂട്ടിന്റെയും അനുഭവം ചെയ്യുക. സുപുത്രൻ എന്നാൽ സദാ ബാബയുടെ ശ്രീമത്താകുന്ന കൈയും കൂട്ടും അനുഭവിക്കുക. എവിടെ ബാബയുടെ ശ്രീമത്ത് വരദാനത്തിന്റെ കൈയുണ്ട് അവിടെ സഫലത ഒപ്പമുണ്ട്. അതുകൊണ്ട് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും സ്മൃതിയിലേക്ക് കൊണ്ടുവരണം, ബാബയുടെ വരദാനത്തിന്റെ കൈ എന്റെ മുകളിലും. ജീവിതത്തിൽ ബാബ പറയാണ്, ഓരോ കാര്യത്തിലും ഏത് കർമ്മം ചെയ്യുമ്പോഴും നമുക്കൊരു സ്മൃതി ഉണ്ടാവണം. ഒന്ന് ബാബയുടെ ശ്രീമത്ത് അനുസരിച്ചായിരിക്കണം, രണ്ട് ബാബയാണ് ചെയ്യുന്നത്. ബാബ അവിടെ സഫലത, ഉത്സാഹം ഉണ്ടാകും, പരാതികൾ ഉണ്ടാകും. ഇന്നത്തെ ശ്ലോകം, हीरे तुल्य ऊंची स्थिति में स्थित होकर किए गए कर्म ही तुल्यमान. വൈരതുല്യ ഉയർന്ന സ്ഥിതിയിൽ സ്ഥിതി ചെയ്ത് ചെയ്യുന്ന കർമ്മങ്ങളാണ് മൂല്യമുള്ളത്. വൈരതുല്യ സ്ഥിതിയിൽ സ്ഥിതി ചെയ്ത്, വൈരതുല്യ സ്ഥിതിയിൽ സ്ഥിതി ചെയ്ത് ചെയ്യുന്ന കർമ്മങ്ങളാണ് മൂല്യവാൻ കർമ്മം. എന്ത് ഭക്തിയിൽ പോലും എന്താ പറയുന്നത്, എന്ത് കർമ്മം എന്നുള്ളതല്ല, എങ്ങനെയാണ് സ്ഥിതി എന്നുള്ളതാണ്. മാനസിക സ്ഥിതിയാണ് ഭാവം. ഏറ്റവും നല്ലതാണ് ആത്മസ്ഥിതിയിൽ ഭാവിച്ചു. യജ്ഞത്തിലെ യുധിഷ്ഠിരൻ വലിയൊരു യജ്ഞം നടത്തിയല്ലോ യുദ്ധം കഴിഞ്ഞു. അപ്പൊ ശ്രീകൃഷ്ണൻ പറഞ്ഞു, എനിക്ക് ഇതിലൊരു ഡ്യൂട്ടി തരണം. അങ്ങേക്ക് എന്ത് ഡ്യൂട്ടി തരാം? അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, ഞാൻ എല്ലാവരുടെ രക്ഷയിലെടുക്കും, ഞാൻ ഇത് ആഹാരമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അവരുടെ രക്ഷിക്കാൻ എടുക്കും. ഞാൻ ബാബ പറഞ്ഞത് സ്ഥിതി അല്ലെങ്കിൽ കർമ്മണാശയം, യജ്ഞത്തിലെ കർമ്മണാശയം അല്ലെ. അപ്പൊ അവിടെ സ്ഥിതിയാണ്. ആ യച്ചിലെ എടുക്കുന്ന കർമ്മം ഒരു കുഴപ്പമില്ല. അത് യച്ചിലെ ഏറ്റവും വലിയ കർമ്മം ചെയ്യുന്നത് വാസ്തവിക ശുചിത്വക്കാര്. ഈ സൊസൈറ്റിയിലെ ശുചിത്വത്തിന്റെ ആൾക്കാർ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയാം അവര് മുനിസിപ്പാലിറ്റിയിലെ ശുചിത്വ തൊഴിലാളി, അവർ 2 ദിവസം സമരം ചെയ്ത് നോക്കട്ടെ. പണ്ട് കൊച്ചിയിൽ സമരം ചെയ്തതിൽ മൊത്തം നാറി. അവസാനം കൃഷ്ണഗിരി വെള്ളം വെച്ചപ്പോഴാണ് സമരം മാറ്റിച്ചത്. കാരണം ശുചീകരണ തൊഴിലാളികൾ. അതേപോലെ യജ്ഞത്തിൽ ഏറ്റവും വലിയ സേവ എന്ന് പറഞ്ഞാൽ ശുചീകരണ സേവയാണ്. അപ്പൊ അതാണ് അവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത്. കൃഷ്ണപരി ആദ്യം ചെയ്തു. പക്ഷെ അത് ഏത് രീതിയിൽ ചെയ്തു? എനിക്കിത് കിട്ടിയല്ലോ, കഷ്ടമായി പോയല്ലോ. അവിടെ നാഗരാജ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കും, കൃഷ്ണൻ കിട്ടിയത് ചിലയിലെടുക്കുന്നതാണ്. അങ്ങനെയുള്ള അസ്വസ്ഥത ഉണ്ടായി അല്ലെ. അതപ്പോ അവിടെ ഉയർന്ന സ്ഥിതിയിൽ ചെയ്ത കർമ്മങ്ങളാണ് യഥാർത്ഥമായ. ഓം ശാന്തി.
നമുക്ക് ഒരുമിച്ച് പാടും. തേർഡ് സൺഡേ വൈകുന്നേരം യോഗയുണ്ട്. ഇന്ന് വൈകുന്നേരം 6:30 മുതൽ 7:30 വരെ നമ്മൾ ലോക സമാധാനത്തിന് വേണ്ടി മനസാസേവ ചെയ്യും, മെഡിറ്റേഷൻ ചെയ്യും. അല്ലെങ്കിൽ ദിവസവും വൈകുന്നേരം യോഗ ചെയ്യാൻ നമ്മൾ ഒരു അരമണിക്കൂറെങ്കിലും നമ്മുടെ മനസ്സ് ശാന്തമായി ലോകം ശാന്തമായി. പക്ഷെ ലോകത്തിനോട് വേണ്ടി നമ്മൾ യോഗ ചെയ്യും. എല്ലാ തേർഡ് സൺഡേയിലും ബ്രഹ്മമാരിച്ചിട്ട് എല്ലാ സെന്ററുകളിലും ഉള്ളവരിരുന്ന് യോഗ ചെയ്യും. ഓം ശാന്തി.